75ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങൾ കാണുന്നില്ലേ റഷ്യ ഉക്രൈൻ യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കാൻ ചഞ്ചലം പോകരുത്. ഇസ്രയേലിലെ ലോക രാഷ്ട്ര നേതാക്കൾക്ക് മുഴുവൻ പേടി. ഇറാന്റെ തീവ്രവാദികൾ മനുഷ്യനെ കൊല്ലുമെങ്കിൽ അവരെ തുടച്ചു മാറ്റുവാൻ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കും. തിരുവചനത്തിനകത്ത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ചങ്കൂറ്റത്തോട് പറയാം. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഇന്ത്യയെ തൊട്ടാ നീ വിവരമറിയുമെന്ന് പറഞ്ഞു. സ്വോത്രം. നമ്പർ 1 റഷ്യ ഉക്രൈൻ, നമ്പർ 2 ചൈന തൈവാൻ, നമ്പർ 3 ഇസ്രയേൽ ഇറാൻ, നമ്പർ 4 ഇസ്രയേൽ സിറിയ, നമ്പർ 5 റഷ്യ അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണയോടെ ഇസ്രയേലിനെ ആക്രമിക്കും. മത്തായി 24:3-4-5 ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും കടന്നു വരും. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് യേശു പറഞ്ഞു വരവിന്റെ ലക്ഷണങ്ങൾ. മത്തായി 24:32-33-34 അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തിരിക്കുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഒരു ദൈവദാസൻ പണ്ടൊരു സ്റ്റേജിൽ ഇങ്ങനെ പറഞ്ഞു, മലയാള മനോരമയോ അല്ലെങ്കിൽ അന്നത്തെ പത്രമോ മത്തായി 24 വായിച്ചാൽ അറിയാം യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അങ്ങനെയെങ്കിൽ മത്തായി സുവിശേഷം 24 അത് അഴിഞ്ഞിട്ട് ബൈബിളും പത്രവും എടുത്താൽ മതി. ഇന്ന് രാത്രി അല്പം വ്യതിചലിച്ചുകൊണ്ട് നാം ഒരു പ്രഭാഷണത്തിലേക്ക് പോകുന്നത്, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കും. ഇത് അവസാനമല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് കോവിഡിന്റെ മറവിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം 24-ാം തീയതി ഒരടി തുടങ്ങിയിരിക്കാൻ, തീർന്നിട്ടില്ല. അടിയുടെ പേരാ റഷ്യ ഉക്രൈൻ യുദ്ധം. പ്രസംഗം തുടങ്ങിയതേ ഉള്ളൂ. വാച്ചിനകത്ത് നോക്കരുത്, ബൈബിളിനകത്ത് നോക്കണം. അപ്പോൾ കാര്യം മനസ്സിലാകും. റഷ്യ ഉക്രൈൻ യുദ്ധം. ഇനി എന്നാ യുദ്ധങ്ങൾ തുടങ്ങിയത്? ശ്രദ്ധയോടെ ഇരിക്കണം. അല്പ സ്പീഡ് കുറഞ്ഞ് 1905 ലോക ചരിത്രവും ബൈബിളും. 1905 ഒരു യുദ്ധമുണ്ടായി, റൂസോ ജപ്പാൻ യുദ്ധം. ആ ജപ്പാൻ റഷ്യ ആക്രമിച്ച് അടി ശരിയാക്കി കൊടുത്തു. അതിൻ്റെ പേരാ റഷ്യ ജപ്പാൻ യുദ്ധം. റഷ്യ തകർത്തവനാ ജപ്പാന്മാർ. 1914 മുതൽ 17 വരെ ഒന്നാമത് ലോകമഹായുദ്ധം. ഏകദേശം 5 ലക്ഷം പേർ മരിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പ്രത്യേകത നെടുമങ്ങാടുകാർ, ചരിത്രം പഠിക്കുന്നവർ, ഇവിടെ യൂണിവേഴ്സിറ്റി ചെമ്പഴന്തിയുണ്ട്, കോളേജുകളുണ്ട്. നെടുമങ്ങാട് കോളേജ് കാണും, ഒടമലക്കൽ കാണും കോളേജ്, ആര്യനാടൊക്കെ കോളേജിൽ ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം. അന്ന് 3 സംഭവം ഉണ്ടായി. 1917 യഹൂദൻ മടങ്ങി വരുന്നതിന് വേണ്ടി ഒരു അത്തിച്ചടി കുഴിച്ചു വെച്ചു. അതിൻ്റെ പേര് ബാൽഫോർഡ് ഡിക്ലറേഷൻ. PSC പരീക്ഷ, അതുപോലെ +2 നീറ്റ്, കേട്ടറ്റ്, ടീറ്ററ്റ് എല്ലാം ഇരുന്നവർക്കറിയാം ഈ ബാൽഫോർഡ് വിളംബരം. നവംബർ 11 സെക്കൻഡിനകത്ത് തുർക്കിയുടെ അധീനതയിൽ നിന്ന് സ്ഥലത്തൊരു ചെടി കുഴിച്ചു വെക്കുവാൻ ബ്രിട്ടന്റെ ഗവർണറായ ആർതോർ ബാൽഫോർഡ് കൊടുത്ത വിളംബരമാണ് ദ ബാൽഫോർഡ് ഡിക്ലറേഷൻ. ഇത് പഠിക്കാത്ത യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് കാണത്തില്ല. 1917 റഷ്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത്. റഷ്യയിലെ ഭരണാധികാരികൾ ആരായിരുന്നു? സാർ ചക്രവർത്തിമാർ. അവരെ വെട്ടിമാറ്റിക്കൊണ്ട് ആദ്യത്തെ തൊഴിലാളി ഭരണം എവിടെ വരുന്നു? റഷ്യയിൽ. കാറൽ മാർക്സും ഏംഗൽസും അന്ന് അവർ ഉയർത്തിയ മുദ്രാവാക്യം സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ. സംഘടിച്ചു ശക്തരാകുവിൻ. നമ്മുടെ തൊഴിലാളികൾക്ക് ഇത് വല്ലതും അറിയാമോ? ഇതൊക്കെ പഠിക്കണം. സ്വോത്രം. ഇതാരെന്നറിയാമോ? ആരാ ഈ കാറൽ മാർക്സ്? അപ്പൊ ഒന്നാം തരം യഹൂദനാ. സ്വോത്രം. എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇത് ബലപ്പെടാതെ പോയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവില്ലായിരുന്നു, ദൈവം ഇല്ലാത്തതുകൊണ്ട് അത് രക്ഷപ്പെടാതെ പോയത്. സ്വോത്രം. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. 1917 ഒരു മഹാവ്യാധിയും വന്നു. അതിൻ്റെ പേരാ സ്പാനിഷ് ഫ്ലൂ. കണ്ടോ? അത് കഴിഞ്ഞിട്ട് അടുത്ത യുദ്ധം 1939 മുതൽ 45 വരെ. ആ യുദ്ധം, ആ രണ്ടാം ലോക മഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. 48 മെയ് 14 ഇസ്രയേൽ സ്വതന്ത്രമായി. 9 വയസ്സുള്ളപ്പോൾ 1957 അറബ് രാഷ്ട്രങ്ങൾ 9 ഇസ്രയേലിനെ ആക്രമിച്ചു. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് 1967 19 വയസ്സുള്ള ഇസ്രയേലിന് 6 രാഷ്ട്രങ്ങൾ ആക്രമിച്ചു. സൗദി അറേബ്യ. അത് കഴിഞ്ഞിട്ട് ഈജിപ്തും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ആക്രമിച്ചു. അറബ് ഇസ്രയേൽ വാർ. അന്ന് ജെറുസലേം അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് കുത്തകയായിട്ട് യഹൂദൻ പിടിച്ചടക്കി ഭാരമുള്ള കല്ലായി അതിനെ മാറ്റി. പിന്നെ 1970 മുതൽ 80 വരെ ഇവിടെ ഒരു യുദ്ധം നടന്നു. കരമുയർത്താം.
ഇറാൻ ഇറാഖ് യുദ്ധം കേട്ട വല്ലവരും ഉണ്ടോ? കരമൊന്ന് ഉയർത്തിയിട്ട് ചായ കരം ഉയർത്തത് 10 വർഷം അവന്മാർ കിടന്ന് അടിച്ച സാധാരണ പുള്ളിയല്ല, 10 വർഷം കയ്യാലെ മാന്തിയത് അവന്മാർ. സ്വോത്രം 70 മുതൽ 80 വരെ. അത് കഴിഞ്ഞിട്ട് അടുത്ത യുദ്ധം വന്ന് 90-ൽ സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചു. സ്വോത്രം ക്ലിയർ ആവുന്നോ? ബൈബിൾ എത്ര ക്ലിയർ! യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്, ചഞ്ചലപ്പെട്ടു പോകരുത്. ഇതെല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കാണും. തീർന്നില്ല. ഇപ്പോൾ ഈ കോവിഡിന്റെ മറവിൽ 2022 ഫെബ്രുവരി മാസം 24-ാം തീയതി മുതൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. എന്തിനു വേണ്ടി റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു? ആ ഭാഗം ഒന്ന് ചിന്തിച്ചു വരാം. എന്താ റഷ്യ, എന്താ അമേരിക്ക? ഇനിയെല്ലാം ബൈബിളും ഹിസ്റ്ററിയായിട്ട് എസെക്കിയേലിലേക്ക് പോകാൻ പോവാം. ആരാരെ ആക്രമിക്കും എന്നുള്ളതെല്ലാം പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഇന്നത്തെ റഷ്യയും ഇന്നത്തെ ഇസ്രയേലും അമേരിക്കയും എല്ലാം 2 ചേരിയിൽ വരും? അതാ ഒരു കോവിഡ് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടം. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്ന കാര്യം. ലോകത്തിലെ 2 വൻശക്തികൾ, ഒന്ന് അമേരിക്ക, 51 സ്റ്റേറ്റുകൾ, ഏകദേശം 30-ൽ പരം അംഗരാജ്യങ്ങൾ, പേര് നാറ്റോ. അതിൻ്റെ പേരാ അമേരിക്ക. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്നറിയപ്പെടുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇൻക്ലൂഡിങ് നാറ്റോ. രണ്ടാമത്തെ ശക്തിയാ സോവിയറ്റ് യൂണിയൻ, യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ഇതിൻ്റെ പേരാ ഇന്നത്തെ റഷ്യ. അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ ഇവൻ്റെ കസ്റ്റഡിയിൽ. അങ്ങനെയെങ്കിൽ 1971 ഏഷ്യാനെറ്റിലെ വാർത്താവതാരകർക്കോ ഇവിടുത്തെ മാതൃഭൂമിക്കാരനോ അല്ലെ മനോരമക്കാരനോ ഒന്നും ഈ കാര്യം അറിയത്തില്ല. 1971 അമേരിക്കയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാ ജോൺ എഫ് കെന്നഡി. ആ ജോൺ എഫ് കെന്നഡി റഷ്യയായിട്ടൊരു കരാർ ഒപ്പിട്ടു. റഷ്യയുടെ ചുറ്റുമുള്ള ഒറ്റ രാഷ്ട്രങ്ങളെ ഞങ്ങൾ നാറ്റോയ്ക്കകത്തെടുക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ കാലം മുൻപോട്ട് പോയി. 81-80 ശേഷം റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിൻ്റെ പേരാ മിഖായിൽ ഗർബച്ചോവ്. മിഖായിൽ ഗർബച്ചോവ് വന്നപ്പോൾ റഷ്യ വലിയ രാഷ്ട്രം, അനവധി ജനങ്ങളുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും കിടക്ക കൊടുക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മിഖായിൽ ഗർബച്ചോവ് ഒരു കാര്യം ചെയ്തു, റഷ്യയെ വെട്ടിമുറിച്ചു. 17 കഷണങ്ങളായിട്ടാണ് റഷ്യയെ വെട്ടിമുറിച്ചത്. പക്ഷേ നെടുമങ്ങനാടിനോട് ചേർന്ന് നിൽക്കുന്ന 6 കഷണങ്ങൾ റഷ്യയുടെ അധീനതയിൽ നിൽക്കണം. പക്ഷേ അവർ പ്രത്യേക രാജ്യമാണ്. ആ രാജ്യങ്ങളുടെ പേര് താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. ഇത് വല്ല രാഷ്ട്രീയക്കാർക്ക് അറിയാമോ? സന്തോഷമില്ലല്ലോ. സ്വോത്രം. താജിക്ക്, കിർഗ്, കസാക്ക്, തുർക്ക്, അസർബൈജാൻ, ഉക്രൈൻ, ഇതെല്ലാം നെടുമങ്ങാട് ടൗണിനോട് ചേർന്ന് നിൽക്കുക. ഇതെല്ലാം സ്വതന്ത്ര രാഷ്ട്രമാണ്. സമാധാനത്തിൽ കേൾക്കണം. റഷ്യ ഉക്രൈൻ ബൈബിളിലേക്ക് പോവാ. സ്വതന്ത്ര രാഷ്ട്രമാണ്. പക്ഷേ ഒരു കൈ റഷ്യയുടെ ഉണ്ടായിരിക്കും. സ്വോത്രം. അപ്പോൾ ആ കാലഘട്ടത്തിൽ 2013-ൽ 12 അവസാനം ഉക്രൈനിൽ ഒരു ഭരണാധികാരി വന്നു. ആരാ ഭരണാധികാരി? അവൻ്റെ പേര് വ്ളാഡിമിർ സെലൻസ്കി. വ്ളാഡിമിർ വിളിപ്പേര് സെലൻസ്കി. അവൻ്റെ അമ്മ ഒരു യഹൂദ സ്ത്രീയാണ്. ആ യഹൂദ സ്ത്രീയായ അമ്മയിൽ പിറന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആരാണെന്നറിയാമോ? ഈ ഉക്രൈനിലെ ഇപ്പോഴത്തെ ഭരണാധികാരി സെലൻസ്കി. യഹൂദൻ്റെ ഇഷ്ടം ആരോടാ? ഇന്ത്യക്കാരനോടാണോ? അല്ല. റഷ്യക്കാരനോടാണോ? അല്ല. അവൻ്റെ ഇഷ്ടം അമേരിക്കക്കാരനോടാ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. യഹൂദൻ്റെ ഇഷ്ടം അമേരിക്കക്കാരനോട്. അവൻ 2013-ൽ ആദ്യത്തെ കത്ത് ആർക്ക് കൊടുത്തെന്നറിയാമോ? അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ബരാക് ഒബാമ. ബരാക് ഒബാമയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളെയും കൂടെ നിങ്ങളുടെ നാറ്റോയിൽ ചേർക്കണം. ഉടനെ ബരാക് ഒബാമ പറഞ്ഞു, പണ്ടൊരു കരാറുണ്ട് റഷ്യയുമായിട്ട്, ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് റഷ്യയുടെ അതിർത്തിയിലുള്ള ഒരെണ്ണത്തിന് ഞങ്ങളെ ചേർക്കത്തില്ല. പുള്ളിക്കാരെ സെക്രട്ടേറിയറ്റിൽ പോയ പോലെ തിരിച്ചു മടങ്ങി വന്ന്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശ്രദ്ധയോടെ ഇരിക്കണമേ. ഈ ബരാക് ഒബാമ മാറിയപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റായ അടുത്ത ആൾ വന്ന്. അവൻ്റെ പേരാ വായാടിയായ ട്രംപ്. സന്തോഷമില്ലല്ലോ. എന്തിനാ ഞാൻ വായാടി ട്രംപ് എന്ന് പറയുന്നത്? ഈ ട്രംപ് കോവിഡ് വന്നപ്പോൾ പറയാന്ന്, അമേരിക്കക്കാരൻ എന്തുവാ പനി, ഞങ്ങൾ അത്ര പനി കണ്ടവരാന്ന്. സ്വോത്രം. വായാടിയുടെ വാക്ക് കേട്ട് ആരും മാസ്ക് വെച്ചില്ല. 10 ലക്ഷം പേര് അമേരിക്കയെ ചത്തത് അവൻ്റെ കസേരയും പോയി. വേറെ ഒരു കുഴപ്പമില്ല. സ്വോത്രം. അതുകൊണ്ട് ബൈബിൾ എന്ത് ക്ലിയറായിട്ട് പറയുന്നത്? പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ, ബാക്കി പറ. ഈ കോവിഡ് വന്നപ്പോൾ മാസ്കും കൊടുത്ത് സാനിറ്റൈസറും കൊടുത്തിരുന്ന അവൻ ഇപ്പോഴും കസേര ഇരിക്കായിരുന്നു. സ്വോത്രം. യവനും മാസ്ക് കാണിച്ചിട്ട് പോയതാ ട്രംപ്. അവസാനം കോവിഡ് വന്ന് കിയോ എന്ന് പറഞ്ഞപ്പോഴേ ഇത് ഏതാ സാധനമെന്ന് പിടി കിട്ടിയ. സ്വോത്രം. അതുകൊണ്ടാണ് ഞാൻ വായാടി ട്രംപ് എന്ന് പറയുന്നത്. സ്വോത്രം. അവൻ വന്നപ്പോഴും കത്ത് കൊടുത്തു. ട്രംപ് പറഞ്ഞ് നടക്കത്തില്ല. അപ്പോൾ ഈ കോവിഡ് അടിച്ചപ്പോൾ 2020-ൽ 2 കത്ത് ഇന്നത്തെ സെലൻസ്കി, സൂട്ടും കോട്ടും ഇട്ട് നിങ്ങളുടെ ഏഷ്യാനെറ്റിൽ നടക്കുന്ന സെലൻസ്കി ആർക്ക് കൊടുത്തു? 1 യൂറോപ്പിന് കൊടുത്തു, യൂറോപ്യൻ യൂണിയൻ ചേർക്കണം. 2 അമേരിക്കയ്ക്ക് കൊടുത്തു, ഞങ്ങളെ എടുക്കണം. 2013-ൽ
യവൻ അമേരിക്കയ്ക്ക് ആദ്യം കത്ത് കൊടുത്തപ്പോഴേ പുട്ടിന് പിടികിട്ടി, യവൻ മതിൽ ചാടും. സന്തോഷമില്ലല്ലോ. കോൺഗ്രസിൽ നിന്ന് CPM-ലോട്ട്, CPM-ൽ നിന്ന് BJP-യിലോട്ടും ചാടുന്നെന്ന് പിടികിട്ടും. സന്തോഷമില്ലല്ലോ എന്നെങ്കിലേ മനസ്സിലാവും. അപ്പോൾ അന്ന് ഉക്രൈനെ അടിക്കണമെന്ന് അന്നേ റഷ്യ പരിപാടി വെച്ചിരിക്കുക. അന്ന് ആദ്യമായിട്ടൊരു സ്ഥലമുണ്ടായിരുന്നു, ക്രിമിയ. ഇതൊന്നും നമ്മൾ കേട്ടിട്ട് പോലുമില്ല. നമ്മൾ ബാലരാമപുരത്തുകാർ സ്വപ്നയുടെ സ്വർണ്ണത്തെ നോക്കിക്കൊണ്ട് പോവുക. സ്വോത്രം. ഇതൊക്കെ പത്രത്തിനകത്തൊന്ന് വായിക്കണമായിരുന്നു. സ്വോത്രം. അങ്ങനെയെങ്കിൽ അന്നേ ക്രിമിയ പിടിച്ച് അന്നേ ബൈബിളും പ്രവചനവും പഠിക്കുന്നവർക്കറിയാം റഷ്യ ഉക്രൈനെ അടിക്കും. ഇത് വന്നപ്പോൾ കോവിഡ് കാലത്ത് 2 കത്ത് കൊടുത്ത് യവൻ മതിൽ ചാടും. എന്തുകൊണ്ട് റഷ്യ ഉക്രൈനെ അടിക്കും? നാട്ടുകാരെല്ലാം അവിടെ യുദ്ധത്തെപ്പറ്റി പറയും, സമാധാന ജാഥർ. ഉക്രൈനിൽ ഒരു നദിയുണ്ട്, ആ നദിയുടെ പേര് നിപ്പർ. സൂപ്പർ നദിയ. നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന മിനറൽ വാട്ടറിനേക്കാളും നല്ല വെള്ളം ഈ നദിയിൽ നിന്ന് കിട്ടും. അത് റഷ്യ വിടുമോ? 2. ലോകത്തിലെ ഗോതമ്പിനകത്ത് 1ാമത് റഷ്യയും 2 ഉക്രൈനുമാ. ഈ ഉക്രൈനെയും കൂടെ കൈ കിട്ടിയാൽ ഗോതമ്പ് വിപണി ആരുടെ കയ്യിലെത്തും? റഷ്യയുടെ കയ്യിലെത്തും. അർത്ഥം, ലോകത്തിലെ ഗോതമ്പിന്റെ വില നിശ്ചയിക്കണമെങ്കിൽ ഉക്രൈനെയും കൂടെ കയ്യിലെടുക്കണം. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നെടുമങ്ങാട് വെറുതെ കിടക്കുന്ന പ്ലോട്ടിനകത്ത് നമ്മൾ കള്ളപ്രമാണം ഉണ്ടാക്കി കുറ്റി അടിക്കത്തില്ലേ? സഹോദരന്മാർക്ക് സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇത്രയും നടന്നോളൂ. സ്വോത്രം. ഇതിൻ്റെ പേരാ. ഈ 2020 യവൻ കത്ത് കണ്ടഴിച്ചപ്പോൾ പുട്ടിന് പിടികിട്ടി, യവൻ അമേരിക്കയുടെ കൂടെ ചാടും. അങ്ങനെ അമേരിക്കയുടെ കൂടെ ചാടിയാൽ അവൻ്റെ കാര്യം പോവത്തില്ലേ? പറയാം. റഷ്യയോടെ ചേർന്ന് കിടക്കുന്നതാ ഉക്രൈൻ. അവിടെ അമേരിക്കയായിട്ട് കരാറൊപ്പിട്ടാൽ അമേരിക്ക ഒരു പ്രൈസ്തലോട് കൊടുത്തിട്ട് ഒരു വിമാനത്താവളവും റഡാറും പണിയും. റഡാറും പണിഞ്ഞാൽ എന്തോ ചെയ്യും? റഷ്യക്കാരൻ്റെ കാര്യങ്ങൾ മൊത്തവും അമേരിക്ക സാറ്റലൈറ്റ് വഴി ഊറ്റിയെടുക്കും. കണ്ടോ? ഈ ദിവസങ്ങളിൽ പത്രം ഒന്ന് വായിക്കണം. ശ്രീലങ്കയ്ക്ക് ഇപ്പം $100 കോടി ഇന്ത്യ കൊടുത്തത്. ശ്രീലങ്കയിൽ ഒരു തുറമുഖം, ഹമ്പൻതോട്ട തുറമുഖം. ഹമ്പൻതോട്ട തുറമുഖത്ത് ചൈനയുടെ ഒരു ചാരക്കപ്പൽ യുവാങ് 5 അത് വരാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയുടെ ധനമന്ത്രിയും ഈ ജയശങ്കർ സാറൂടെ പറഞ്ഞ് ശ്രീലങ്കയെ മര്യാദയ്ക്ക് അവനെ അടുപ്പിക്കരുത്. സ്വോത്രം. അപ്പം 4 ദിവസം ഈ കപ്പൽ നങ്കൂരമിട്ട് പുറംകടലിൽ കിടന്ന്. അപ്പം ചൈന പറഞ്ഞ് 1500 കോടി ഞങ്ങൾക്ക് തരാറുണ്ട്, ഇനി തന്നോ, ഇല്ലെന്നുണ്ടെങ്കിൽ കപ്പൽ അടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ശ്രീലങ്ക ആകെ കരയുന്നു. കപ്പൽ എവിടെ അടുത്തു? ചൈനയുടെ കപ്പൽ ശ്രീലങ്കയുടെ ഹമ്പൻതോട്ട തുറമുഖം. ശ്രീലങ്ക ഇന്ത്യയായിട്ട് എത്ര ദൂരമുണ്ട്? പിന്നെ നമ്മുടെ തിരുവനന്തപുരം ചാക്ക എയർപോർട്ടിൽ നിന്ന് 44 മിനിറ്റ് കൊണ്ട് പോയി വന്നു കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ ഇറങ്ങാം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. കണ്ണൂരിൽ പോണേ 1.5 മണിക്കൂർ, 1 മണിക്കൂർ 20 മിനിറ്റ് വേണം. 44 മിനിറ്റ് ശ്രീലങ്ക. ആ ശ്രീലങ്കയുടെ കപ്പൽ അവിടെ വന്നാൽ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന്റെ രഹസ്യം മുഴുവൻ ആരൂറ്റും. ചൈനയുടെ സാറ്റലൈറ്റിലെത്തും. സ്വോത്രം. ഇതൊക്കെ മനസ്സിലാക്കണം രാഷ്ട്രീയക്കാരും ഭരിക്കുന്നവരും. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ എയർപോർട്ട്, വ്യോമസേനയുടെ ശംഖുമുഖം, അവിടെ ഏത് യുദ്ധവിമാനം വരുന്നു പോകുന്നതെല്ലാം അവന്മാർ പിടിച്ചെടുക്കും. പിന്നെ മദ്രാസിലെ ഓർഡിനൻസ് ഫാക്ടറി, ആയുധ ഫാക്ടറിയുടെ പടം വരെ അവന്മാർ എടുത്തുകൊണ്ട് പോകും. സ്വോത്രം. അത് കണ്ടിട്ട് ഇന്ത്യയുടെ ജയശങ്കർ പറഞ്ഞ കപ്പൽ എടുക്കത്തില്ല. പക്ഷെ 1500 കോടി ചൈന തിരിച്ചു കൊടുത്തപ്പോൾ ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് വാർത്തയൊക്കെ ഒന്ന് വായിക്കണം. യുവാങ് 5 അവിടെ എടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഉക്രൈനകത്ത് ഒരു താവളം അമേരിക്കയുടെ വന്നാൽ റഷ്യയുടെ പരിപാടി മൊത്തവും ചിന്നമാമ രാത്രി വാട്സപ്പ് വഴി വോയിസ് കോളും വീഡിയോ കാളും പിടിക്കുന്നത് പോലെ അമേരിക്ക ഊറ്റിയെടുക്കും. സന്തോഷമില്ലല്ലോ. അപ്പം പിന്നെ റഷ്യയുടെ കാര്യം കട്ടപ്പുകയല്ലയോ? നാടൻ ഭാഷ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോണേ. ഏറെ വർഷങ്ങളായി ഞാൻ സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളുടെ മക്കളാണ് താമസിക്കുന്നത്. ഒരു 55 വീട്ടുകാർ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുണ്ട്. സ്വോത്രം. എന്നോട് ചേർന്ന് ഫ്രണ്ടി മാത്രമേ മതിലുള്ളൂ. ബാക്കിയെല്ലാം അപ്പാപ്പൻ്റെ മക്കളായതുകൊണ്ട് രാജപാസ കയ്യാലയൊന്നുമില്ല, എല്ലാം ഞാൻ നിരന്ന് കിടക്കുക. സ്വോത്രം. 2 കമ്പും കുറ്റിയെ വെച്ചിട്ടുള്ളു. ഞാനൊരു ദിവസം രാത്രിയിൽ ആര്യനാട് പ്രസംഗിച്ച് തിരുവനന്തപുരം വഴി വീട്ടിൽ ചെന്നപ്പോൾ 12:30 ഭാര്യ കട്ടനിട്ട് എന്നിട്ട് പറഞ്ഞു, അച്ചായ നമ്മുടെ കയ്യാലയോട് ചേർന്ന് 4 തെങ്ങൻ തൈ അപ്പുറത്തെ റോസമ്മാമ കൊണ്ടുവച്ചിരിക്കുന്നു. സ്വോത്രം. പ്രസംഗം കഴിഞ്ഞിട്ട് പോന്ന് എൻ്റെ ചങ്കിനകത്തൊരു വിള്ളൽ. ഇതങ്ങാണ് ആഴ്ച രാത്രി വലിച്ചൂരിയാൽ പിറ്റേന്ന് രാവിലെ പോസ്റ്റർ ഇടത്തിൽ ഉപദേശിത തെങ്ങൻ തൈ വലിച്ചു വിടുന്നു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അല്ലേ തന്നെ പെന്തിക്കോസി പോസ്റ്റർ വീരന്മാരാ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അത് കർത്താവ് വന്നിട്ടേ നന്നാവത്തുള്ളൂ. സ്വോത്രം. അപ്പം ഞാൻ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, LDF വരും, എല്ലാം ശരിയാക്കി, ഞാനെല്ലാം ശരിയാക്കി തരാം. സ്വോത്രം. ഞാനെല്ലയോ ബുദ്ധിമാൻ. ഞാൻ പിറ്റേന്ന് രാവിലെ നെടുമങ്ങാട് ആര്യനാട് ഉടമലയ്ക്കൽ നല്ല റബ്ബറുള്ള സ്ഥലവും കൂടെ പോച്ചക്കടിക്കുന്ന ഒരു നല്ല മരുന്നുണ്ട്. മരുന്നിൻ്റെ പേരാ ഗ്ലൈറ്റാഫ്. കേട്ടവർക്കായി ചായ ഒരെണ്ണം മേടിച്ച് തരണം. ബാക്കി മരുന്നെല്ലാം കള്ള മരുന്ന്, വെറും കലക്കവെള്ളം. സ്വോത്രം. ടാറ്റയുടെ ഗ്ലൈറ്റാഫ് മേടിക്കണം മാമ. 6 മാസത്തേക്ക് ഒരു പോച്ചയും കുരുക്കത്തില്ല. സ്വോത്രം. നല്ല സുന്ദരമായ മരുന്ന്. രാവിലെ ഞാൻ പോയി കൃഷി ഓഫീസിൽ നിന്ന് ഗ്ലൈറ്റാഫ് 50 രൂപയുടെ DDT ഇതെല്ലാം പമ്പിനകത്ത് കയറ്റി പിറ്റേന്ന് എനിക്ക് യോഗം ആര്യനാട്ട്. ഞാൻ
2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി തമ്പാനൂർ ചെന്ന് കോയമ്പത്തൂർ ഫാസ്റ്റ് കയറി ചാത്തന്നൂർ ചെന്നിട്ട് വീട്ടിൽ ചെന്ന് ഭാര്യ കട്ടനിട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ അയലത്താരെല്ലാം ഉറക്കമില്ല, എപ്പോഴേ ഉറങ്ങിയെന്ന് പരമസുഖം. ഞാൻ പറയുന്ന നേരെ പമ്പെടുത്ത് ഈ കയ്യാലടുപ്പുറത്തിരിക്കുന്ന 4 തെങ്ങിൻ്റെ മേളിൽ ഒരൊറ്റയടി. എന്താ അതിശയമ്മേ, ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരം. സുന്ദരമായിട്ട് ഞാൻ പമ്പെടുത്ത് ഒരടി അടിച്ചു. പിറ്റേന്ന് തൊട്ട് അവനൊരു മയക്ക്. 4-5 ദിവസം കഴിഞ്ഞു. 2ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് യോഗമില്ല. രാവിലെ ഞാൻ അപ്പുറത്തെ സൗകര്യങ്ങളൊക്കെ എന്തുകൊണ്ട് വെച്ചാൽ അമ്മ വിശേഷമെന്ന് ചോദിച്ചപ്പോൾ എന്നാൽ കൊടിയ ചതിയായിപ്പോയില്ല. ആ ചെല്ലി വന്ന് ഈ 4 എണ്ണത്തിൻ്റെ മണ്ടയ്ക്ക് തട്ടിക്കളഞ്ഞല്ലെന്ന്. സ്വോത്രം. ചെല്ലി അല്ല തട്ടിയത്, നമ്മുടെ ലൈറ്റാവാ കാര്യം തീർത്തത്. സ്വോത്രം. പിടികിട്ടിയോ? അതുപോലെ റഷ്യയുടെ അതിർത്തിയിൽ ഉക്രൈൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് അമേരിക്ക എയർപോർട്ട് പണിഞ്ഞാൽ കാര്യങ്ങൾ പോയി കിട്ടും. അതുകൊണ്ട് റഷ്യ ഉക്രൈനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഉക്രൈൻ തകരുമോ? തകരത്തില്ല. കാര്യമെന്താ? അവനൊരു യഹൂദനെ തകർക്കാൻ പറ്റുമോ? റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ പറഞ്ഞ എന്തോന്നറിയോ? 48 മണിക്കൂറിനകം യവനെ കൊല്ലുമെന്ന്. ആ പറയുന്ന സമയത്ത് അവൻ നെടുമങ്ങാട്ടിലൂടെ പ്രൈസ്തലോടെന്നും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. സന്തോഷമില്ലല്ലോ ഉക്രൈൻ്റെ പ്രധാനമന്ത്രി. ആരാ യഹൂദൻ? പണ്ടൊരച്ചായനെ പറ്റി വല്ലവർക്കും അറിയാമോ? അദ്ദേഹത്തിൻ്റെ പേരാ മൊർദെഖായി. ബൈബിളിനകത്ത് അങ്ങനെ വല്ലവരും വായിച്ചിട്ടുണ്ടോ? അതൊന്നും വായിക്കരുത്. നെടുമങ്ങാട്ട് ചില ആൾക്കാർ വന്നില്ലേ, പഴയ നിയമം വേണ്ടെന്ന്. സ്വോത്രം. ചില കള്ളന്മാരിടയ്ക്ക് നെടുമങ്ങാട്ട് വന്നില്ലായിരുന്നോ? കമ്മാളത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ അത്ഭുത രോഗശാന്തി, വിടുതൽ, കടഭാര, സുനാമി, ഡുനാമി, ഫയർക്ക് എല്ലാം വന്നില്ലേ? എല്ലാ ഫയറിനെയും 1 ഗ്രാം വൈറസ് ഒതുക്കി. സ്വോത്രം. സന്തോഷം ഇല്ലല്ലോ? സ്വോത്രം. ഈ വൈറസ് വന്നതോടുകൂടിയായി ഫയറുകാരെല്ലാം ഇവിടെ ഫയറായെന്നറിയത്തില്ല. സ്വോത്രം. ഇപ്പോഴും സിറ്റിയിൽ എവിടൊക്കെയോ പൊങ്ങുന്നു. പിന്നെ ബ്രദറെ സൂക്ഷിച്ചോണേ, കാശ് പ്രത്യേകിച്ച് തരാം. അവന്മാരെ വണ്ടി കയറ്റിയാൽ പ്രത്യേകിച്ച് പൈസ തരാം. സ്വോത്രം. ഞങ്ങളുടെയൊക്കെ പേര് പോക്കിയത് അവന്മാരില്ലയോ? സന്തോഷമില്ലല്ലോ? ഞങ്ങളുടെ കയ്യെ പിടിച്ചൊരുത്തം നടന്നായിരുന്നു. അവൻ്റെ പേരാ കണ്ണൂർ ലുട്ടാപ്പി. ഇപ്പോൾ വാർത്തയിലെല്ലാം കാണുന്നില്ലേ? സ്വോത്രം. അവൻ്റെ പേരാ കണ്ണൂർ ലുട്ടാപ്പി. 2013 പാറശാല പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞതാ, കേട്ടാണ് കൂടെ, അച്ഛാ എനിക്കൊരു പവർ കിട്ടിയെന്ന്. ഞാൻ പറഞ്ഞു ഈ ബൗണ്ടറിക്ക് പുറത്താവാൻ പോവാന്ന്. സ്വോത്രം. 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 എന്നിട്ട് ഈ കത്തോലിക്കരാരെങ്കിലും ലൈവ് കേൾക്കുന്നെങ്കിൽ എൻ്റെ പൊന്ന് തിരുമേനിമാർ, കത്തോലിക്കർ നല്ല ഇതുണ്ട്. ഞാൻ അവരെ കരിസ്മാറ്റിക്ക് പ്രസംഗിച്ചിട്ടുള്ള 4-5 സഭകളുണ്ട്. റോമയുണ്ട്, അത് കഴിഞ്ഞിട്ട് മലങ്കരയുണ്ട്. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് സീറോ മലബാറുണ്ട്, അത് കഴിഞ്ഞ് ജ്ഞാനായുണ്ട്. അവരാരും ഈ കണ്ണൂർ ലുട്ടാപ്പിയെ കയറ്റിയില്ല. സ്വോത്രം. ഈ നമ്മുടെ ലാറ്റിനുണ്ട്. ലാറ്റിൻ ചില്ലറ കിട്ടിയാൽ വഴി തുറക്കുന്ന. സ്വോത്രം. പുനലു വന്ന് ലാറ്റിൻ്റെ ബിഷപ്പിൻ്റെ കാലെ വീണിട്ട് ഇവൻ കയറിയത്. സ്വോത്രം. ഇവൻ കയറിയപ്പം ബിനു ബ്രദർ എല്ലാവരും അവൻ്റെ കയ്യിലെടുത്ത് പെന്തിക്കോസിൽ നിന്ന് ഒരുത്തൻ ചാടിപ്പോന്ന്. ഞാൻ പറഞ്ഞു പെന്തിക്കോസിൽ നിന്ന് ചാടിയതല്ല, അവൻ പണത്തിന് വേണ്ടി ചാടിയതാന്ന് പറഞ്ഞു. സ്വോത്രം. അവൻ ആദ്യം അവിടെ ചെന്ന് റെക്കോർഡ് ചെയ്ത് ലൈവ് അങ്ങ് കൊടുത്തേരം മോനെ കട്ട് ചെയ്തിട്ട് അവൻ കോതമംഗലം യാക്കോബായ പള്ളിയിൽ ചെന്ന് നമ്മുടെ ആര്യനാട്ടൊക്കെ കാണിച്ചോലെ ചില തട്ടിപ്പ് കാണിക്കാൻ തുടങ്ങിയപ്പോൾ യാക്കോബാക്കാരുടെ സെൻറ്റ് പോൾസ് മിഷനിൽ പ്രസംഗിക്കുന്ന സജുജാത്തൻ്റെ ഒരു അച്ഛന്മാരുടെ കൂടിരുന്ന് പ്രസംഗിക്കുന്ന അവിടുത്തെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഉടനെ വിളിച്ച് എന്നെ സാറേ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ മാന്യമായ വിദ്യാഭ്യാസം കൊണ്ട് പാസ്റ്ററൊന്നുമല്ല. സാറേ ഈ സജിത്തിനെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് നമ്മുടെ ആളാണെന്ന് പറഞ്ഞു. സ്വോത്രം. അപ്പോഴാണ് പറഞ്ഞത് സ്വോത്രം ഇവിടെ ദാ മലത്തുനിന്ന് തട്ടുന്നു. ഞാൻ പറഞ്ഞ കാശുള്ളവരെല്ലാം ബക്കറ്റ് അവൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. സന്തോഷമില്ല? സ്വോത്രം. അന്ന് യാക്കോബാക്കാരവനെ വെട്ടി തീർന്നില്ല. അതിനുശേഷം നിലമ്പൂർ പോയി മർത്തോമ പള്ളിക്കകത്ത് നമ്മുടെ ഈ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിനകത്ത് കാള ഓടുന്ന പോലെ ഓട്ടവും ചാട്ടവും എല്ലാം കൂടെ. സ്വോത്രം. അച്ഛൻ ഉടനെ എന്നെ ഫോൺ ചെയ്തു. സ്വോത്രം. അവൻ ആരാ? ഞാൻ പറഞ്ഞ ബക്കറ്റുമായിട്ട് വന്നിട്ടുണ്ട്, എല്ലാം ശരിയാവുമെന്ന്. സ്വോത്രം. കണ്ടില്ലേ? മതിൽ ചാടിയവൻ മതിൽ ചാടിയ. സ്വോത്രം. പിന്നെ അത് മാത്രമല്ല, ഇപ്പം അവൻ ഈശോ എന്ന് വിളിക്കുന്നില്ല. ആഴ്ച ആര്യനാട്ടൊരു കൺവെൻഷൻ നടന്നപ്പോൾ ഈ പരമ ലുട്ടാപ്പി പറഞ്ഞത് എന്താ? കറങ്ങുന്ന ലൈറ്റ് ഇല്ലാതെ ഞാൻ സ്റ്റേജിൽ പ്രസംഗിക്കത്തില്ലെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. തിരുവനന്തപുരത്തുകാരോട് ഞാൻ പറയുക, ഇതുപോലുള്ള കള്ളന്മാരെ ഇനിയെങ്കിലും നിങ്ങൾ കയറ്റരുതേ എൻ്റെ പൊന്നു പാസ്റ്റർമാരെ. സ്വോത്രം. ആന്ധ്രയിൽ പോയ മുളക് കിട്ട്, പിന്നെ പഞ്ചാബിൽ പോയ ഗോതമ്പ് കിട്ട്, തിരുവനന്തപുരത്ത് വന്നാൽ ഇതുപോലുള്ള ലുട്ടാപ്പികളെ കിട്ടും. സ്വോത്രം. ഇനിയെങ്കിലും മാനസാന്തരപ്പെട്ടോണം. സ്വോത്രം. കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയാം. എന്താ? ഒരു പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടായിരുന്നു, അവൻ്റെ പേരാ മൊർദെഖായി. മൊർദെഖായിയുടെ വിഷയം എന്താ? യഹൂദ രാജാവായിരുന്ന യഹോവയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാമത്തെ ആണ്ടിൽ ബാബേലിന്റെ ചക്രവർത്തിയായ നെബൂഖദ്നേസർ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇവരെല്ലാം കൊണ്ടുപോകുന്നു. ആ കാലഘട്ടത്തിനകത്ത് പ്രവാസത്തിനകത്ത് പോയൊരു വ്യക്തിയാണ് മൊർദെഖായിയുടെ ഏറ്റവും വലിയ വിഷയം എന്തുവാ? അവൻ പ്രാർത്ഥിക്കുന്ന ഒരുവനാ. അവൻ്റെ ചിറ്റപ്പൻ്റെ മകൾ ഒരുത്തി ഉണ്ടായിരുന്നു, അവളുടെ പേരാ എസ്തേർ. അങ്ങനെ കേട്ടവർക്കായി കരമൊന്ന് ഉയർത്താം. തിരുവചനത്തിനകത്ത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ചങ്കൂറ്റത്തോട് പറയാം. എസ്തേറിനകത്ത് എഴുതിയിട്ടുണ്ട് ഹിന്ദു ദേശം മുതൽ 120 സംസ്ഥാനങ്ങൾ വരെ വാട
അഗസരോസ്. അതുകൊണ്ടാണ് ഇന്ത്യ ഹിന്ദുരാഷ്ട്രം. അതിനൊന്നും ഞങ്ങൾ മാറ്റമില്ല. ബൈബിളിനകത്തുണ്ട് ഇന്ത്യയെ പറ്റി. സ്വോത്രം. അപ്പോൾ ഈ അഗസരോസിന്റെ കൊട്ടാരത്തിനകത്ത് ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു, ഹാമാൻ. ഹാമാൻ ആരാന്നറിയാം? ആഗാഗ്യനായ ഹാമാൻ. മൊർദെഖായി ആരാ? പ്രാർത്ഥിക്കുന്നവന്. സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ രാജാവിന്റെ ഭാര്യ, കേട്ടോണേ സഹോദരിമാർ കേട്ടോണോ, വസ്തി രാജ്ഞിയുണ്ടല്ലോ, രാജാവുമായിട്ട് ഇച്ചിരി വിഷയത്തിലായി. അപ്പോൾ രാജ്ഞിയെ മാറ്റി പുതിയൊരാളെ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വളർത്തച്ഛന്റെ കൂടെ വന്ന് എസ്തേറിനെ പിടിച്ച് കൊട്ടാരത്തിലെ രാജ്ഞിയാക്കി. കഥ കേട്ടോണേ, പ്രസംഗിക്കാൻ സമയമില്ല. ആ സമയത്ത് രാജാവിനെ വധിക്കുവാൻ, അന്നത്തെ കാലത്ത് അഗസനോസ് രാജാവിനെ വധിക്കുവാൻ 2 ഷണ്ഡകന്മാരുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയെ കൈകാര്യം ചെയ്ത 2 സിക്കില തീവ്രവാദികളെ പോലെ 2 പേരുണ്ടായിരുന്നു. ഒന്ന് ബിഗ്ദ്വാൻ, 2 തേരസ്. ഇവർ 2 പേരും രാജാവിനെ വധിക്കുവാൻ പദ്ധതി വെച്ചപ്പോൾ കൊട്ടാരവാദത്തിലിരുന്ന മൊർദെഖായി ഇത് പിടിച്ചെടുത്തു. സ്വോത്രം. ഇത് രാജാവിന്റെ സന്നിധിയിൽ പറഞ്ഞു, രാജാവിനെ വധിക്കാൻ പദ്ധതിയുണ്ട്. അത് രാജാവ് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. ആ സമയത്ത് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. രാജാവ് ഇത് മറന്നുപോയി. നമ്മുടെ ഇലക്ഷന് വരുന്ന MLA വാഗ്ദാനം കൊടുക്കുന്നത് മറന്നുപോയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഹാമാൻ രാവിലെ ഇനോവയ്ക്കകത്ത് കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ മൊർദെഖായിക്ക് അവിടെ ഇരിക്കുന്ന ഇഷ്ടമല്ല. അതിന് ഹാമാൻ ഒരു ദുരുപായം ചെയ്തു. രാജാവിനോട് പറഞ്ഞു, ഇവിടെയുള്ള യഹൂദന്മാർ നിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല, നിന്നെ വണങ്ങുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ യഹൂദന്മാരെ മുഴുവന് നീ ഈ രാജ്യത്ത് നിന്നില്ലാതാക്കണം. കണ്ടോ, ശൂശൻ രാജധാനിക്കകത്ത് ഒരു കൽപ്പന വന്നു, യഹൂദരായിട്ടുള്ളവരെ മുഴുവൻ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കണം, അവരെല്ലാം കൊല ചെയ്യണം. അപ്പോൾ മൊർദെഖായും കൂട്ടരും എന്തോ ഇത് ഒരു ഉപവാസം ദൈവസന്നിധിയിൽ പ്രഖ്യാപിച്ചു. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. അപ്പൊ എസ്തേറിനോട് പറഞ്ഞു, കുഞ്ഞെ, ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ നിന്റെ കുലത്തെ മുഴുവൻ മുടിച്ചു കളയണം. അതുകൊണ്ട് നീ രാജാവിന്റെ മുൻപിൽ ചെന്ന് കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കണം. രാജാവ് പൊൻചങ്കോൽ നീട്ടുന്ന സമയത്ത് എസ്തേറിനെ കൊണ്ട് കാര്യങ്ങൾ പറയുവാൻ വെക്കുക. ജനം 2 വെണ്ണിലും ഉപവാസത്തിലിരുന്നു. സ്വോത്രം. ഇന്ന് ചില പുള്ളികൾ പറയുന്നൊരു കാര്യമുണ്ട്, ഉപവാസം വേണ്ട, പ്രാർത്ഥന വേണ്ട. സ്വോത്രം. സുവിശേഷ യോഗത്തിൽ പ്രതിസന്ധിയല്ല, യേശുവിനെ ഉയർത്താം, യേശുവിൽ കൂടിയുള്ള രക്ഷ പറയാം. ഒരുപക്ഷെ ആരാധിക്കുമ്പോൾ ഒരു വിടുതൽ തരാം. പക്ഷേ നാളുകളായുള്ള നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിനക്കൊരു പരിഹാരം തരണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ജനം ആരാധിക്കുവാൻ തുടങ്ങി, ജനം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ശൂശൻ പട്ടണം മുഴുവൻ ഹല്ലേലൂയ 2 വെണ്ണീരിലും ഇരുന്നപ്പോൾ സ്തോത്രം, രാജാവിന്റെ പൊൻചങ്കോൽ നീട്ടാൻ വസ്തി പോയി എസ്തേറിനെ ദൈവം നിയന്ത്രിച്ചപ്പോൾ എസ്തേർ പറഞ്ഞൊരു കാര്യമുണ്ട്, രാജാവ് ആ ദിനവൃത്താന്ത പുസ്തകം ഒന്ന് തുറക്കണം. എന്താ ദിനവൃത്താന്ത പുസ്തകം? രാജാവ് ഒരിക്കൽ ഇങ്ങനെ നിന്നപ്പോൾ രാജാവിനെ കൊല്ലുവാൻ 2 പേര് പദ്ധതി വെച്ചപ്പോൾ നമ്മുടെ കൊട്ടാരത്തിന്റെ പടിവാതക്കിരുന്ന മൊർദെഖായി കാര്യം റെഡിയാക്കിക്കൊണ്ടിരുന്ന. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഈ മൊർദെഖായി ഇപ്പോൾ ചെയ്യുന്നത് എന്താ? ഒരു കഴുമരമുണ്ടാക്കി താങ്കളുടെ ജീവൻ രക്ഷിച്ച മൊർദെഖായിയെ കൊല്ലാനുള്ള പദ്ധതിയാണ് വെച്ചിരിക്കുന്ന. വചനം ശ്രദ്ധയോടെ കേൾക്കണേ, റഷ്യ ഉക്രൈന. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കേട്ടപ്പോൾ രാജാവിന് കാര്യം പിടികിട്ടി. ഈ സമയത്ത് ആൾക്കാരെ കൊല്ലാൻ ടാർഗറ്റ് ചെയ്തിട്ട് മൊർദെഖായിയെ കൊല്ലാൻ പദ്ധതിയെല്ലാം വെച്ച് നെടുമങ്ങാടും ആര്യനാടും വെമ്പായത്തും പോസ്റ്റ് ഒട്ടിച്ചിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് കിടക്കാം. ഫ്രൈഡ് റൈസും കഴിഞ്ഞിട്ട് ഹാമാൻ ഈ വാട്സപ്പിൽ അവനെ കൊന്നിട്ട് കാര്യങ്ങൾ ശരിയാക്കാൻ ഞാൻ ചിരിച്ചോണ്ട് കിടക്കുമ്പോൾ അമ്മമ്മയുടെ പേര്, ഭാര്യയുടെ പേര് സേരസ് ചോദിച്ചു, അച്ചായി എന്തിനായി ചിരിക്കുന്നത്? മിണ്ടിപ്പോകരുത്. ആ മൊർദെഖായിയെ കൊന്നിട്ട് ഞാൻ കൊട്ടാരത്തിലെല്ലാം പിടിച്ചടക്ക്, എനിക്ക് ഇനോവയും പീടും എല്ലാം കിട്ടുമോ, നീ മിണ്ടരുത്. അപ്പൊ അമ്മാമ്മ പറയുക, അവനൊരു യഹൂദൻ അച്ചായ കളിക്കാൻ പോയാൽ അച്ചായന്റെ കാര്യം പോയി കിട്ടും. സ്വോത്രം. ആ അമ്മാമ്മയുടെ വാക്കെങ്കിലും കേട്ടിട്ടെങ്കിലും ഈ അച്ചായൻ ഗുണപ്പെട്ടാൽ മതിയായിരുന്നു. സ്വോത്രം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, ദൈവദാസന്മാരെ, ചില കാര്യങ്ങൾ സഹോദരിമാർ പറയുന്നത് കേട്ടാൽ നമ്മൾ ചക്ക കുടയുന്നത് പോലെ കുടയത്തില്ല. സന്തോഷമില്ലല്ലോ. പക്ഷേ എല്ലാ കാര്യവും കേൾക്കരുത്. എല്ലാ കാര്യവും കേട്ട പാവപ്പെട്ടവനാ വാളയാർ പരമശിവൻ ദിലീപ്, അവ എല്ലാ കാര്യവും കേട്ടിട്ടാ ഇപ്പോൾ കുടയുന്നത്. സ്വോത്രം. പെൺപിള്ളാർ പറയുന്ന എല്ലാം കേൾക്കരുതേ, നമ്മൾ പെരുവഴിയായി പോകും. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വോത്രം, പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ രാജാവ് എന്തോ ഇത് ദിനവൃത്താന്ത പുസ്തകം എടുത്തു. സ്വോത്രം. അവന്റെ അകക്കണ്ണുകൾ സ്വർഗത്തിലെ ദൈവം തുറന്നു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ പറയണം, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ വർഷങ്ങളായി പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് മറുപടി തരുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തെ ഉയർത്തുവാൻ കഴിയും? ഇന്ന് രാത്രി നാളുകളായി സിസ്റ്റർ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ഒരു മറുപടി കിട്ടത്തില്ലെന്ന് പിശാച് തന്ത്രവാദങ്ങളെ കെട്ടിക്കിട്ടുകൊണ്ട് കരിയില
വാതിലുകൾ വെച്ച് മൂടിയെങ്കിൽ ഇന്ന് രാത്രി ആഗസ്റ്റ് മാസം 15-ാമത്തെ ആരാധനയിൽ പറയണം, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. ആരൊക്കെ അതിനെ വെട്ടിയാൽ, വേർ നിലത്ത് കെട്ടുപോയാൽ, കുറ്റി പടകിയാൽ, പ്രാർത്ഥനയുടെ കണ്ണുനീർ അതിനകത്ത് വീഴുമ്പോൾ മുളകളെ പൊട്ടി പുറപ്പെടുവിക്കുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർ കാര്യം മനസ്സിലാക്കുന്നു? ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം 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 സ്വോത്രം. ആ സമയത്ത് രാജാവ് ഇത് വായിച്ചപ്പോഴേ രാജാവിന് പിടികിട്ടിയ പണ്ട് ഒരുത്തൻ കൊല്ലാൻ വന്നപ്പോൾ പാവപ്പെട്ട നമ്മുടെ കൊട്ടാരത്തിൻ്റെ വാതിക്കലിരുന്നവന് നാളെ അവനൊരു തീരുമാനം ഉണ്ടാക്കാം. ഹാമാൻ അടുത്ത ദിവസം മോർദെഖായിയെ തൂക്കാൻ പദ്ധതിയൊക്കെ വെച്ച് ഇനോവയ്ക്കകത്ത് പാട്ടും പാടി കൊട്ടാരത്തിൽ വന്നു. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിലുമായിട്ട്. പ്രിയപ്പെട്ടവരെ സ്വോത്രം, ഹാമാൻ വന്നപ്പോൾ രാജാവ് പറഞ്ഞു ബുക്കും പേപ്പറും എടുക്കാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ അനുമോദിക്കാൻ പോകുന്ന വ്യക്തിക്ക് വേണ്ടി കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞു. സ്വോത്രം. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി കാര്യം എഴുതാൻ പറഞ്ഞു. ഹാമാൻ ബുക്കും പേപ്പറും എടുത്ത് 2 ടയോട്ട എഴുതാൻ പറഞ്ഞു. ഹാമാൻ വിചാരിച്ച് എനിക്കും ഭാര്യയ്ക്കും കൊച്ചുങ്ങൾക്കും 4. സ്വോത്രം. നെടുമങ്ങാട്ട് ഒരു 5 ഏക്കർ ഭൂമി എഴുതാൻ പറഞ്ഞു. ഹാമാൻ പറഞ്ഞു എൻ്റെ കുടുംബത്തിനല്ലേ 10 ഏക്കർ എഴുതിയേക്കാം. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് സിറ്റിയിൽ ഒരു വേറെ വല്ലവരുമായിരുന്നു റഷ്യക്കാരെ എന്നേ ബോംബിട്ടവനെ തകർത്തേനെ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ചക്ക കുടയുന്ന പോലെ കുടയുക. ഇപ്പോഴത്തെ വിഷയം എന്തുവാ? ഇപ്പൊ ആരാ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? അമേരിക്കയും ഇസ്രയേലുമാ. ആരെ സഹായിക്കുന്നത്? ഈ പുള്ളിക്കാരനെ സഹായിക്കുന്നത്. ആരെ സഹായിക്കുന്നതെന്നറിയാമോ? നമ്മുടെ പ്രിയപ്പെട്ടവനായ ഈ ഉക്രൈനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലും ഇസ്രയേലും. ഇസ്രയേലിനോട് ഉക്രൈൻ പല പ്രാവശ്യം പറഞ്ഞു നിങ്ങളവരെ തുടരുത്, പ്രശ്നമാവും. തീർന്നില്ല. ഇസ്രയേലിൽ നിന്ന് വിമാനമാ പാലും പഴവും എല്ലാം കൊണ്ടുവരുന്നത്. ഇപ്പോഴും അമേരിക്ക പുറത്തുകൂടെ കാശ് കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു സംഭവം നടക്കുന്നുണ്ട്. റഷ്യയുടെ കുറേ പള്ളി ഇസ്രയേലിനകത്തുണ്ട്. ആ പള്ളിയുടെ പേര് അർമീനിയൻ പള്ളി. അതിപ്പോൾ റഷ്യ പറയുന്നു ഞങ്ങൾക്ക് തിരിച്ചു തരണം. 1. രണ്ടാമത്തെ കാര്യം ശ്രദ്ധയോടെ ഇരിക്കട്ടെ. ഈ ഇസ്രയേൽ സ്വതന്ത്രമാകുന്ന സ്ഥാനത്ത് റഷ്യയുടെ കുറേ കോളനി അവിടെ ഉണ്ടായിരുന്നു. അതും തരണമെന്ന് പറയുന്നു. ഞാൻ പറയാം, നെടുമങ്ങാട് ഇപ്പോൾ പുരേടം വിറ്റുപോയ പിന്നെ ഒരു 50 വർഷം മുമ്പ് പുരേടം വിറ്റ ഒരു വ്യക്തി നെടുമങ്ങാട്. അദ്ദേഹം സുൽത്താൻ ബത്തേരി പോയി 55 കൊല്ലം കഴിഞ്ഞിട്ട് തിരുവേന് നെടുമങ്ങാട്ട് വന്ന് പറയുക എനിക്ക് വസ്തു വേണമെന്ന് പറഞ്ഞാൽ വല്ലവരും കൊടുക്കൂ, കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ടാ ഇപ്പം ഇതെവിടെ പോന്നു? റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും പതിയെ. പക്ഷേ ഇനി നടക്കുന്ന അടി, 2ാമത്തെ അടി, യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെ തിരിച്ച് ഞാൻ മടങ്ങി വരും. അപ്പം ഇനി നടക്കുന്ന അടി ചൈന തൈവാനെ അടിക്കും. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. ചൈനയും തൈവാനും എന്താ? 1970 നമ്മുടെ ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് പോലെ അത് കിടക്കുന്ന ഒരു ദ്വീപാ തൈവാൻ. ഈ തൈവാൻ 2020 ചൈനയിലേക്ക് തിരിച്ചു വരണം പുരടപ്പാട്ട പ്രകാരം. പക്ഷെ 2020 അവൻ മടങ്ങി വന്നില്ല. അപ്പൊ മടങ്ങി വരാത്ത കാര്യം കോവിഡ് ആയോണ്ടാ. ഇപ്പൊ പറയുന്നു തൈവാൻ മടങ്ങി വരണം. തൈവാൻ പറയുന്നു മടങ്ങി വരത്തില്ല. തൈവാൻ മടങ്ങി വന്നാൽ ഒരടി ഉണ്ടായാൽ പിന്നെ നമ്മുടെ മൊബൈൽ ചലിക്കത്തില്ല, ATM ചലിക്കത്തില്ല, വാഹന വിപണി തകരും. കേട്ടോണം പഠിക്കുന്ന ചെറുപ്പക്കാർ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൈക്രോ ചിപ്പുകൾ ഉണ്ടാക്കുന്നത് ഇന്ത്യയല്ല, അമേരിക്കയല്ല, ന്യൂസിലൻഡ് അല്ല, ചൈനയല്ല. ഏറ്റവും കൂടുതൽ മൈക്രോ ചിപ്പ് ഉണ്ടാക്കുന്നത് തൈവാനാ. സ്വോത്രം. അതുകൊണ്ട് ഈ തൈവാന്റെ അടുത്ത് അമേരിക്കക്കാർ ചെല്ലുന്നത്. കഴിഞ്ഞ ആഴ്ച ചെന്നില്ലേ അമേരിക്കയുടെ മുൻ സ്പീക്കർ നാൻസി പൗലോ, ട്രംപിന്റെ സെക്രട്ടറി ആരാ? നമ്മുടെ ട്രംപിന്റെ മുൻ സെക്രട്ടറി മൈക്കൽ പോംപെ. ബൈഡൻ പറഞ്ഞ് നിങ്ങൾ പോകരുതെന്ന്. കഴിഞ്ഞ ദിവസം തൈവാനി അമേരിക്കയുടെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞ് ധൈര്യമായിട്ടില്ല, ഞങ്ങൾ കൂടെ ഉണ്ട് ചൈനയെ അടിച്ചാൽ. നിങ്ങൾ കാണാൻ പോകുന്ന വാർത്ത പറയുന്നു 2022 ഡിസംബറിലോ ജനുവരിയിലോ തൈവാനെ അടിച്ചാര് പിടിക്കും? ചൈന കൊണ്ടുവരും ബൈബിൾ. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. അടുത്തടി, 3ാമത്തെ അടി 2020. റഷ്യ ഇസ്രായേൽ ആരെ അടിക്കും? ഇറാനെ അടിക്കും. എന്തിന് ഇറാനെ അടിക്കുന്നു? അമേരിക്കയില് ഒരു എഴുത്തുകാരനെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, സൽമാൻ റുഷ്ദി. പത്രം വായിച്ച എത്ര പേരുണ്ട്? അവന്റെ കഴുത്തിന് നേരെ ഇറാൻ പൗരത്വമുള്ള ഒരുത്തൻ കുത്തിയെങ്കിൽ ഇന്ന് രാത്രി നെടുമങ്ങാടിനോട് ഞാൻ പറയുന്നു, ഇസ്രയേലിലെ ലോകരാഷ്ട്ര നേതാക്കൾക്ക് മുഴുവൻ പേടി. ഇറാന്റെ തീവ്രവാദികൾ മനുഷ്യനെ കൊല്ലുമെങ്കിൽ അവരെ തുടച്ചു മാറ്റുവാൻ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കും. 3. 4ാമത്തെ ആക്രമണം ഇനി കാണാൻ പോകുന്നത് ഇസ്രയേൽ സിറിയയെ ആക്രമിക്കും. ബൈബിളിനകത്തുണ്ടോ? ഇസ്രയേൽ സിറിയ ആക്രമിക്കും. കുഞ്ഞെ വായിക്കാം. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം 11-ാമത്തെ വാക്യം. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച്. അടുത്തത് ആരാക്രമിക്കും? ഇറാൻ സിറിയയെ ആക്രമിക്കും. വായിക്കാം. ഇസ്രയേൽ സിറിയ. യെശയ്യാ പ്രവചനം 17-11 വായിച്ചാട്ട് കുഞ്ഞെ. നടന്നു ദിവസത്തിൽ
യെശയ്യാ പ്രവചനം 17:1 വാക്യം 17:1 വാക്യം. എനിക്ക് ദമ്മേശിനെ കുറിച്ചുള്ള പ്രവചനം ഇതാ. ബൈബിൾ ഉള്ളവരെല്ലാം എടുത്താട്ടെ. ദമ്മശേക്ക്, ഡമാസ്കസ്. ഇസ്രായേൽ സിറിയയുടെ തലസ്ഥാനത്തിന്റെ പേര് ഡമാസ്കസ്. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഈ ഡമാസ്കസിനെ ആരാക്രമിക്കും? ഇസ്രായേൽ ആക്രമിക്കും. ദമ്മശേക്കിനെ കുറിച്ചുള്ള പ്രവചനം. അടുത്തത്, ദമ്മേശേക്ക് ഒരു പട്ടണമാകാതിരിക്കാൻ തക്കവണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. സിറിയനെ അടിച്ച് ശരിയാക്കും ഇസ്രായേൽ. അതുകൊണ്ടാണ് നീങ്ങിപ്പോയിരിക്കുന്നത്. അതിന്റെ മതിലുകള് വായിക്കാൻ പക്ഷേ, അതിന്റെ മതിലുകള് അത് ശൂന്യ കൂമ്പാരമായി തീരും. മതി. അതിന്റെ മതിലുകളെല്ലാം ശൂന്യ കൂമ്പാരം. ഓൺ ബാക്ക് കോവിഡ്. നമ്പർ 1 റഷ്യ ഉക്രൈൻ. നമ്പർ 2 ചൈന തൈവാൻ. നമ്പർ 3 ഇസ്രായേൽ ഇറാൻ. നമ്പർ 4 ഇസ്രായേൽ സിറിയ. നമ്പർ 5 റഷ്യ അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണയോടെ ഇസ്രായേലിനെ ആക്രമിക്കും. ബൈബിളിലുണ്ടോ? അടുത്ത പ്രവചനത്തിലേക്ക് വരാം. യെസക്കേൽ പ്രവചനം. ഇതാ ഫൈനൽ യുദ്ധം. യെസക്കേൽ പ്രവചനം 39:1-2. വാക്യമില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ പറയും ഞാൻ എന്തെങ്കിലും പറഞ്ഞത്. യെസക്കേൽ 39:1-2 വാക്യങ്ങൾ വായിച്ചട്ടെ. യെസക്കേൽ പ്രവചനം 39:1-2. അല്ലയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. ഗോഗാര ഇവിടെ ഇരിക്കുന്ന ഒരു പ്രവചനം കേൾക്കണം. ഇന്ന് ആരും പ്രസംഗിക്കത്തില്ല. രാജപാസക്കറിയാം, ഞങ്ങളെപ്പോലെ 1-2 പേരെ പറയത്തുള്ളൂ. ബാക്കി ആരും ഇത് തുടത്തില്ല. എന്താ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ട? ആരാ ഗോഗ്? സഹോദരിമാർക്ക് നോട്ട് ചെയ്യാം. ഉൽപ്പത്തിയിൽ ഒരു അച്ചായനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാ നോഹ. നോഹയുടെ മക്കളുടെ പേരാ ഷേം, ഹാം, യാഫേത്ത്. യാഫേത്തിന്റെ തലമുറയാ ഉൽപ്പത്തി 2. ഗോഗ് ഇന്നത്തെ റഷ്യ, മാഗോഗ്, ചൈന, തൈവാൻ, ഫിലിപ്പൈൻസ്, കുഞ്ഞനാൾക്കാർ. അത് കഴിഞ്ഞിട്ട് തദായി, യൂബാൽ. യൗമാരെല്ലാം ആരുടെ മക്കള്? നോഹയുടെ കൊച്ചുമക്കള്. യൗമാരല്ല, യാഫേത്തിന്റെ കൊച്ചുമോന ഇന്നത്തെ റഷ്യ. ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് ബൈബിൾ വായിക്കാം. അടുത്തത് രോഷ്. വായിച്ചിട്ട് മുന്നേ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ്, മേശക്, തൂബാൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ. അവിടെ വരെ നിൽക്കട്ടെ ബ്രദറെ. രോഷ് ഇന്നത്തെ റഷ്യ. മോസ്കോ അതിന്റെ തലസ്ഥാനം മേശക്ക, മോസ്കോ. അത് കഴിഞ്ഞിട്ട് ടൂബൽ സൈബീരിയയുടെ തലസ്ഥാനം. ആ സൈബീരിയയുടെ തലസ്ഥാനമാ ഇന്നത്തെ ടുബാസ്കോ. ഈ 3 പട്ടണങ്ങളുടെ പ്രഭുവായ ഗോഗെ, കമ്മ്യൂണിസ്റ്റ് റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഈ വചനത്തിലെ പേര് മനസ്സിലാക്കണം. ട്രിവാൻഡ്രം തിരുവനന്തപുരമായി, ചെന്നൈ മദ്രാസ് ചെന്നൈയായി, ബാംഗ്ലൂർ ബംഗളൂരുവായി. അതുകൊണ്ട് 2600 കൊല്ലം മുമ്പ് ഭക്തനായ എസക്കേൽ എഴുതി അതാ രോഷ് റഷ്യ, മേശക് മോസ്കോ, ട്രൂബൽ ടുബാസ്കോ സൈബീരിയയുടെ തലസ്ഥാനം എന്നിവയുടെ പ്രഭുവായ ഗോഗെ. അടുത്തത്, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഇന്നത്തെ റഷ്യക്ക് ഉക്രൈന്റെ വിഷയത്തിലടക്കം സ്വർഗം വിരോധമായിരിക്കുന്നു. അടുത്ത വാക്ക്, ഞാൻ നിന്നെ വഴിതെറ്റിച്ചു. നിന്നിൽ 6 ശേഷിപ്പിച്ച്. 6 ശേഷിപ്പിക്കും. കരമുയർത്തണം. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. റഷ്യയെ 6ആയി വെട്ടിമുറിക്കുമെന്ന് സഖാവ് EMS അറിയാമോ? സഖാവ് AKGക്ക് അറിയാമോ? ഇവിടുത്തെ VS അറിയാമോ? പിണറായിക്ക് അറിയാമോ? കോടിയേരി ബാലകൃഷ്ണ സാറിന് അറിയാമോ? റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന്. ഇല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് എഴുതി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം വെട്ടിമുറിക്കപ്പെടും. ഇന്ന് രാത്രി നെടുമങ്ങാട്ട് ചങ്കൂറ്റത്തോടെ ഞങ്ങൾക്ക് പറയാം, ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാത്ത കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? സ്തോത്രം. നിങ്ങൾക്ക് സന്തോഷമില്ല. നിങ്ങൾക്കറിയാമോ അങ്കമാലി കൊരട്ടി? അങ്ങനെ കേട്ടൊരു വല്ലതും ഉണ്ടോ? അങ്കമാലി കൊരട്ടി 2015 ഞാനൊരു പ്രസംഗം നടത്തി. കമ്പ്യൂട്ടർ ബാങ്കിൽ ഓണാകണമെങ്കിൽ കൈയുടെ ഞരമ്പിന്റെ ചലനം എത്തിയിട്ടേ ഓണാവൂന്ന്. 2015. അന്ന് ഇവിടെ ലൈവ് എടുക്കുന്ന പോലെ അധികം ലൈവില്ല. ആരോ ലൈവ് എടുത്ത് അത് ഇന്റർനെറ്റിൽ വിട്ട് 3 ലക്ഷം പേര് കണ്ടു. അന്ന് ആരാണ്ടൊക്കെ പറഞ്ഞ് എനിക്ക് പഠിച്ചു ബുദ്ധി കൂടി ഇപ്പൊ സെമിക്രാക്കാന്ന്. സ്വോത്രം. കാട്ടാക്കടയിലെ മാന്യന്മാർ വരെ പറഞ്ഞതാ പ്രസംഗിച്ചപ്പോൾ. സ്വോത്രം. അപ്പോൾ 2015 7 കൊല്ലം മുമ്പ് ചാലക്കുടിക്കടുത്ത് കൊരട്ടിയിൽ ഞാൻ പബ്ലിക് മൈതാനത്ത് പ്രസംഗിച്ചു. ബൈബിളും കമ്പ്യൂട്ടറിനെ പറ്റി. പിന്നെ താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യന്റെ കൈമുദ്രയിടുന്നു. സ്വോത്രം. അപ്പൊ ഇൻഫോസിസിൽ USTയിലെ ചെറുപ്പക്കാരോട് ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സോട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആദ്യമായിട്ട് കൈവച്ച റേഷൻ മേടിക്കുമെന്ന് പറഞ്ഞ് പാവപ്പെട്ട ഞാനാ മക്കളെ കാട്ടാക്കട കട്ടയ്ക്കോട്. സ്വോത്രം. അന്നാണ് ആൾക്കാർ പോസ്റ്റ് ഇട്ടത് എല്ലാവരോട് എനിക്ക്
തലയ്ക്ക് ചൂടാന്ന് സ്വോത്രം. 2 വർഷം കഴിഞ്ഞപ്പോഴാ കീക്കി കൂക്കു 4 കിലോ പച്ച, 2 കിലോ പുഴുക്കൽ, 3 കിലോ വെള്ള, 1 ലിറ്റർ മണ്ണെണ്ണ. ഇപ്പോ സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇതേ പ്രസംഗം തന്നെ ചാലക്കുടി കൊരട്ടിയിൽ ഞാൻ പ്രസംഗിച്ചു 2015. അപ്പോൾ തിരുവനന്തപുരത്ത് പൂജപ്പുര SBA എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഹെഡ്ക്വാർട്ടേഴ്സ് സ്വോത്രം. അന്ന് അവിടുത്തെ പലരും ഇത് വാച്ച് ചെയ്ത്, പലരും വാച്ച് ചെയ്യാണ്ട് എൻ്റെ പ്രസംഗം. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇതല്ല. ഇപ്പം നെടുമങ്ങാട്ടുകാർക്ക് സന്തോഷമില്ല. എനിക്കറിയത്തില്ല തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ സാറിന് കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാർ എന്നോട് പറയാം, പാസ്റ്റർ നിങ്ങളുടെ പ്രസംഗം മൊത്തം നമ്മുടെ സാറ് കേട്ടോണ്ടിരിക്കുക, ഞാൻ പറഞ്ഞ ചായ കുടിക്കാൻ കാശ് തരണമെന്ന്. സ്വോത്രം. സന്തോഷമില്ലല്ലോ സ്വോത്രം. എത്ര ക്ലിയർ സ്വോത്രം. ബാക്കിയൊന്നും ഞാൻ പറയത്തില്ല. ഇന്ന് അവാർഡ് കിട്ടിയ ആൾക്കാർ വരെ പാവപ്പെട്ട എളിയവനായ എൻ്റെ മുമ്പിൽ ഇരുന്ന് കരമുയർത്തിയതാ സ്വോത്രം. അതിന് പേരൊന്നും ഞാൻ പറയത്തില്ല സ്വോത്രം. നമ്മളെ പുകഴേണ്ട കാര്യമില്ലല്ലോ സ്വോത്രം. ഇന്ന് രാത്രി കേട്ടോ, ഒരു 2019 കഴിഞ്ഞപ്പോൾ പൂജപ്പുര SBAയിലെ ഹൈന്ദവ മാർഗത്തിൽ പിറന്ന ഒരു ഉന്നത ഓഫീസർ, പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല, അദ്ദേഹം നമ്പർ കണ്ടുപിടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. എന്നെ സാറേ എന്നാ വിളിച്ച. ഞാൻ ആ പ്രസംഗത്തിന്റെ ഇതുകൊണ്ട്, സാറേ ഇപ്പൊ ഞങ്ങൾക്ക് പിടികിട്ടി, ഞങ്ങളുടെ ബാങ്കിനകത്ത് പാസ്വേഡ് അടിച്ചല്ല, രാവിലെ വന്ന് കൈ വെച്ചതിന് ശേഷം സ്ക്രീൻ ഓൺ ആവത്തോളൂ സ്വോത്രം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ചാങ്കിനകത്ത് അകവാള് കീറിപ്പോയി. അദ്ദേഹം ഒരു ഹൈന്ദവ നായർ കുടുംബത്തിന് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ബൈബിൾ പറയുന്ന പ്രവചനങ്ങൾ മുഴുവൻ സത്യ. ഇത് സജുജാത്തന്നൂരല്ല പറഞ്ഞ്. പൂജപ്പുര SBA തീർന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ തേക്കുമാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ ബൈബിളും സയൻസും പ്രസംഗിച്ചത്. അതിൻ്റെ ആകാശത്തിലെ രക്തചന്ദ്രനെ പറ്റി, മിൽക്കി വേ, സോംപൂറ ഗാലക്സി, അമ്പൂരി സ്കൂളിൽ ഹെഡ് മിസ്ട്രസ്, അവർ ഭയങ്കര വിദ്യാഭ്യാസമുള്ള സഹോദരിയാണ്. അവർ ഹൈന്ദവ മാർഗത്തിൽ അവരുടെ വീട്ടിൻ്റെ അപ്പുറത്തെ പ്രസംഗം നടക്കുന്നത്. ആദ്യ ദിവസം പ്രസംഗിച്ചു, എനിക്ക് കൊല്ലത്തിന് മടങ്ങിപ്പോണം പോയി. 2ാം ദിവസം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആ സാറ് വന്നിട്ട് സംഘാടകരോട് പറഞ്ഞു, ആ പാസ്റ്റർ എനിക്കൊന്ന് കാണണം. അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു, എന്നെ കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ സാറ് ഞാനും ബിരുദം നേടിയത്. അവരെന്നോട് പറഞ്ഞു, നമ്മൾ പഠിച്ചതിനപ്പുറം ബൈബിളിനകത്ത് ഇത്രയും ആശയങ്ങളുണ്ടെന്ന് കഴിഞ്ഞ 2 വർഷമായി ഹല്ലേലൂയ ഞാൻ സെർച്ച് ചെയ്യുന്നതിൻ്റെ പ്രവൃത്തിയാ കണ്ടത്. ഇന്ന് രാത്രി പലർക്കും തോന്നും ഇത് ഉപദേശിയാണ്, വയറ്റിപ്പഴപ്പാന്ന്. പലർക്കും തോന്നും ഇത് രക്ഷയുടെ മാർഗമല്ല, കാശുണ്ടാക്കുന്ന മാർഗം അല്ല. ഇന്ന് രാത്രി പറയണം, അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ് 1400 കൊല്ലം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കാട്ടിനകത്തും വീട്ടിനകത്തും മീൻ പിടിക്കുമെന്നവന്റെ അകത്ത് കൊടുത്ത സ്വർഗീയ രാജാവിന്റെ തിരുവഴുത്ത ഇന്ന് രാത്രി ഞങ്ങൾ നെടുമങ്ങാട് പട്ടണത്തിനകത്ത് ഉയർത്തുന്നത്. ഇന്ന് രാത്രി ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാൻ. അടുത്ത വാക്യം വായിച്ചാട്ട് കുഞ്ഞ. അടുത്ത വാക്യം, ഞാൻ നിന്നെ വഴിതെറ്റിച്ചു, നിന്നിൽ 1/6 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച്. റഷ്യയുടെ വടക്കേറ്റ സൈബീരിയ, അതിന്റെ അപ്പുറം സിറിയ, വടക്കേറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഈ അവസാന അടിയ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. ആ റോഡാ ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്ന. സന്തോഷമില്ലല്ലോ. CPMന്റെ സംസ്ഥാന സമ്മേളനം പാലക്കാട് തുടങ്ങുമ്പോൾ നെടുമങ്ങാട്ട് നിന്ന് ദീപശിഖായിട്ട് ആൾക്കാർ പോകും, കരമുയരുന്നില്ലല്ലോ സ്വോത്രം. അതുപോലെ തന്നെ BJPയുടെ ശിബിരം കണ്ണൂരിൽ തുടങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പതാക പോകും. ഒളിമ്പിക്സിന്റെ ദീപശിഖ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് പോലെ എൻ്റെ യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തിയ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കള്, അങ്ങനെയെങ്കിൽ ഒരു അന്തിമ യുദ്ധത്തിലേക്ക് ലോകം വരാറായി. എന്നീ യുദ്ധം നടക്ക്. വായിക്കാം എസെക്കിയേൽ പ്രവചനം 36:24. വാക്യം പറയാതെ പറയും നമ്മൾ എന്തെങ്കിലും പറഞ്ഞത്. എസെക്കിയേൽ 36:24 വായിച്ചാട്ട് മക്കളെ വേഗത്തിൽ. എപ്പോൾ ഈ അടി നടക്കുക? എസെക്കിയേൽ 36:24 വാക്യം വായിക്കാം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി, സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ചു. ഞാൻ സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ദാ കിടക്കുന്നത് സ്വന്തം ദേശത്തേക്ക് വരുത്തും. അതായി കോവിഡ്. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ കേൾക്കണേ മക്കളെ, സമയം പോയാലും നാളെ നമുക്ക് സമയമില്ല, ഇങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല. കോവിഡിനകത്ത് അമേരിക്കയിൽ നിന്ന് 1 ലക്ഷം യഹൂദന്മാർ ഇസ്രയേലിലേക്ക് മടക്കി. 2ാമത്തെ കാര്യം കേൾക്കണം. അടുത്തത് എവിടുന്ന് മടങ്ങിയെന്നറിയാമോ? ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിൽ നിന്ന്, മിസോറാമിൽ നിന്ന് യഹൂദൻ സ്വന്തം ദേശത്തേക്ക് മടങ്ങി. കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് പറഞ്ഞു, യഹൂദ സ്ത്രീയിൽ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ അവർക്ക് സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരാം. അബ്രഹാമിന്റെ മക്കൾ ഒരുമിക്കുന്നു. കരമുയർത്തിയാട്ട്. ഇവിടെ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുന്നു. രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ എൻ്റെ നാഥൻ മടങ്ങി വരും. അപ്പോൾ യഹൂദൻ അവന്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരും. ഇന്ന് രാത്രി നെടുമങ്ങാട് വാതിൽ
വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. കോവിഡിന്റെ മറവിൽ യുദ്ധങ്ങൾ ആരംഭിക്കുമ്പോൾ ഇന്ന് രാത്രി അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയും, വരുവാനുള്ളവൻ വരും, കാലമേറെയില്ല. സ്വോത്രം സ്വോത്രം സ്വോത്രം. ബന്ധിക്കോസുകാർക്ക് CSIക്കാർക്ക് സന്തോഷമില്ല. മട്ടാഞ്ചേരി ഇനി 3 പേരേ ഉള്ളൂ, ബാക്കി എല്ലാം പോയി. രാജപാസ എല്ലാം പോയി. അങ്ങനെയെങ്കിൽ അറബ് രാജ്യങ്ങൾ ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കുവോ? അതിനുവേണ്ടി ഒരു പാത റെഡിയാവുന്നു. ആ പാതയുടെ പേര് ചൈനയുടെ സിൽക്ക് പാത. കേട്ടവരാരെങ്കിലും ഉണ്ടോ? ചൈനയുടെ സിൽക്ക് പാത. ദാ കിടക്കുന്നു തെളിവ് സഹിതം. കരമുയർത്തിയാട്ടെ, ചൈനയുടെ സിൽക്ക് പാത. അത് കണ്ടിട്ട് ആ മോഡി സാറ് പാലം വെക്കുന്നു. അതിന്റെ പേരാ ബോഗിബീൽ, ആസാമിൽ. ചൈനയിൽ 25 കിലോമീറ്റർ കടൽപ്പാലം. എന്താ ചൈനയുടെ സിൽക്ക് പാത? ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം, സമയമേ നോക്കരുത്. അതുകൊണ്ടാണ് നേരത്തെ സമയം മേടിച്ച് ഈ പ്രസംഗം പകുതിക്ക് മുറിച്ചാൽ പിന്നെ അതിന്റെ ക്ലൈമാക്സ് കിട്ടത്തില്ല. പറയാം എന്താ ചൈനയുടെ സിൽക്ക് പാത. 2009 ആഫ്രിക്കയുടെ വടക്കേറ്റത്തൊരു സംഭവം തുടങ്ങി. അതിന്റെ മലയാളം ഭരണകൂടങ്ങൾ തകരുന്നു. പണ്ട് നമ്മുടെ കൺവെൻഷനിൽ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൽ മുഴക്കം കേൾക്കുന്നു, പ്രാക്കളെപ്പോലെ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. കേട്ട നെടുമങ്ങാട്ട് അച്ചായന്മാരും അമ്മാമ്മമാരും ഒന്ന് കൈ ഉയർത്തിയാട്ടെ. സ്വോത്ര. ഇന്ന് 2009 ഭരണകൂടങ്ങൾ തകരുന്നു. അതിന് തുടങ്ങി ആഫ്രിക്കയുടെ വടക്കേറ്റ. അതിന് പത്രക്കാർ വിളിച്ച അറബ് വസന്തം. അറബ് വസന്തമൊന്നുമല്ല, ആ തുടങ്ങിയതാ ഭരണകൂടം. 1 ടുണീഷ്യ, 2 അൾജീരിയ. അത് കടൽ കടന്നു. പഠിക്കുന്നവർക്കറിയാം, രാഷ്ട്രീയക്കാർക്കറിയാം. ഈജിപ്തിലെ ഹോസ്നി മുബാറക്ക് പോയി, സിറിയയിലെ ബാഷർ പോയി, അത് കഴിഞ്ഞിട്ട് ഈജിപ്തിലെ ജോർദാനിലെ ഹുസൈൻ രാജാവ് പോയി, അത് കഴിഞ്ഞിട്ട് ആടുപോയി ലിബിയയിലെ കേണൽ ഗദ്ദാഫിയെ പൈപ്പിലിട്ട് വെടിവെച്ചു കൊന്നു. സ്വോത്രം. കണ്ടോ ഭരണകൂടം തകരുക. അത് കഴിഞ്ഞിട്ട് എവിടത്തേക്ക് വന്നു? യമനിൽ കലാപം. യമനിൽ നിന്ന് ആര് വന്ന്? മലയാളി നേഴ്സുമാർ കരഞ്ഞുകൊണ്ട് വന്നില്ലേ? അന്നേരം അല്ലേ ഉമ്മൻചാണ്ടി സാറ് നാരങ്ങ വെള്ളം കൊടുത്ത സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഭരണകൂടം. അത് കഴിഞ്ഞിട്ട് സുഡാനിൽ കലാപം. ശ്രീ കടകംപള്ളിയും പിണറായും കൂടെ തിരുവനന്തപുരം എയർപോർട്ടിൽ മക്കളെ ഭാരപ്പെടേണ്ട എല്ലാം ഞങ്ങൾ ശരിയാക്കാം. സ്വോത്രം. വെള്ളം കൊടുത്തത് കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് ആ ഭരണകൂടം എവിടെ വന്നു? സൗദി അറേബ്യയിലെ പള്ളിയിൽ ബോംബ് പൊട്ടി. ഇന്ന് രാത്രി നെടുമങ്ങാട്ടുകാർ കുവൈറ്റിൽ കാണും. അവിടെ എഴുതി വെച്ചേക്കുന്നു, വി ഡോണ്ട് വാണ്ട് ഷേഖ് സഭ ഫാമിലി. ഷേഖിനെ വേണ്ട. ബഹറിനകത്ത് ടയർ കത്തിച്ചെറിയുന്നു. അതിന്റെ പേരാ ഭരണകൂടങ്ങൾ തകരുന്നു. ഇപ്പോൾ ഒരു ഭരണകൂടം തകരുന്നു. അതിന്റെ പേരാ താലിബാൻ. കോവിഡ് കാലത്ത് മിണ്ടുന്നില്ലല്ലോ. എന്താ താലിബാൻ? 20 വർഷം അമേരിക്ക പൊന്നുപോലെ കൊണ്ടുകിടന്ന അഫ്ഗാനിസ്ഥാന് എന്തിനാ അമേരിക്ക വഴി കളഞ്ഞിട്ട് പോയത്? നല്ല മലയാളം, കാശില്ലാത്തതുകൊണ്ട് കളഞ്ഞിട്ട് പോയി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. എനിക്ക് വിതുരയിൽ 5 ഏക്കർ തോട്ടമുണ്ട്. അതിനകത്ത് റബ്ബർ വെട്ടിയില്ല. ഞാൻ വിചാരിക്കും കരം അടച്ചാലും വേണ്ടിയല്ല എൻ്റെ മക്കളുടെ കാലത്തെങ്കിലും അനുഭവിക്കും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അമേരിക്കക്കാരൻ്റെ ചക്രം ഇല്ലാത്തതുകൊണ്ടാ മക്കളെ. സ്വോത്രം. അയ്യോ, അമേരിക്ക കിടക്കുന്നവരിത് കേൾക്കും. നേരം വെളുത്താൽ 4:30 തൊട്ട് എന്നെ ഫോൺ വിളിക്കുക, പക്ഷേ അടി ഉടനെ നടക്കും, അടി ഉടനെ നടക്കും. ഞാൻ പറഞ്ഞ അടിയല്ല നടക്കുന്നത്, കാശ് ഇങ്ങോട്ട് വരട്ടെ, നമ്മുടെ കാശില്ലാതിരിക്കുന്നെന്ന്. സ്വോത്രം. ഒരു വിസ തരത്തില്ല, അടിയപ്പം നടക്കും. സ്വോത്രം. വേറെ ആരും ഇത് പറയാത്തതുകൊണ്ടാണ് ഈ അമേരിക്കക്കാർ വിളിക്കുന്നത്. എന്നിട്ട് വീട്ടിലുള്ളവർ എന്നോട് ചോദിക്കുന്നത്, ആ പോണങ്ങ് വെള്ളത്തിലെങ്ങാണ്ട് ഇട്ടാൽ 4:30 തൊട്ട് ഇവിടെ അടി. അവന്മാർ എഴുന്നേക്കുമ്പോൾ ഈ പ്രസംഗം കേൾക്കുന്ന സാറ്. അതിന് ശേഷം വിളിയോട് വിളി. സ്വോത്രം. ഞാൻ പറഞ്ഞ് വിഷമിക്കേണ്ട, നിങ്ങൾ സമാധാനത്തിൽ നിന്നില്ല. അമേരിക്കയിൽ കാശില്ല. അങ്ങനെയെങ്കിൽ 1 തകർന്നു. അതിന്റെ പേരാ ഏതാ? അഫ്ഗാൻ. ഇനി തകരാൻ പോകുന്ന പാകിസ്ഥാൻ. അത് കഴിഞ്ഞ് ശ്രീലങ്ക. അത് കഴിഞ്ഞിട്ട് അടുത്ത രാജ്യമുണ്ട് ഇറാൻ, അവിടെയും തകരും. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇറാഖ്. ഈ ഒരു റോഡാണ്. അന്ത്യദിനത്തിൽ ഇറാഖ് കഴിയുമ്പോൾ ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരാ യൂഫ്രട്ടീസ് ടൈഗ്രീസ്. കേട്ടവരെന്ന് കൈ ഉയർത്താം. ആ നദി കഴിഞ്ഞൊരു ഭരണമുണ്ട്, അതിന്റെ പേരാ തുർക്കി. തുർക്കിയിൽ ഒരു ഭരണാധികാരി വന്ന്, അവന്റെ പേരാ തൊയ്ബ് എർദോഗൻ. അവൻ ആ ഹാഗിയ സോഫിയ പള്ളി പിടിച്ചവൻ. കരമുയർത്തിയാട്ടെ. ഹാഗിയ സോഫിയ. ഇതൊക്കെ പത്രത്തിൽ വായിക്കണം. യേശു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. അതുപോലെ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് വിട്ട് പാത ശരിയാക്കുന്നവനാ തൊയ്ബ് എർദോഗൻ. ആ റൂട്ട് എവിടെ ചെന്ന് തീരുമെന്നറിയാമോ? തുർക്കി കഴിഞ്ഞാൽ യൂറോപ്പിന്റെ സൈഡ് വഴി എവിടത്തേക്ക്? സിറിയയിലും ഈജിപ്തിലും എത്താം. ആ പാതയുടെ പേരാ ചൈനയുടെ സിൽക്ക് പാത. അങ്ങനെ ഒരു പാത റെഡിയാവുന്ന കോവിഡ് കാലത്ത്. ഞാൻ പറഞ്ഞാൽ പലരും പറയും ഏതെങ്കിലും വിളിച്ചു പറയുവാന്ന്. അതുകൊണ്ട് ആ സന്തോഷത്തോടെ മാറ്റർ കാണിച്ച് ഞാൻ പ്രസംഗിക്കുന്നത്. ചൈനയുടെ സിൽക്ക് പാത ഇന്ത്യക്ക് ആശങ്ക.
ബൈബിളിനകത്തുണ്ടോ അമ്മാമ ഈ ചൈനയുടെ സിൽക്ക് പാത? എന്തിനാ ഇത്? പാലും തേനും ഒഴുകാനാണോ? ഇസ്രായേലിന്റെ മണ്ടക്കിട്ട് അടിക്കാൻ പോകുന്ന റോഡായത് ചൈനയുടെ സിൽക്ക് പാത. വായിക്കാം യെശയ്യാ പ്രവചനം 19, 23, 24. യെശയ്യാ പ്രവചനം 19, 23, 24. വായിച്ചട്ടെ വേഗത്തിൽ. യെശയ്യാ പ്രവചനം 19, 23, 24 വാക്യങ്ങൾ ഇന്ന് രാത്രി വായിക്കാം. അന്നാളിൽ മിസ്രയീമിൽ നിന്നും അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. മിസ്രയീം, ഈജിപ്റ്റ്, അശൂർ, സിറിയ, അതിലേക്കൊരു പെരുവഴി ഉണ്ടാകും. കണ്ടോ? അശൂർ. അടുത്തത് വായിക്കാം. അശൂർ മിസ്രയീമിലേക്കും. യേശാവിന്റെ സന്തതികൾ, യാക്കോബിന്റെ ചേട്ടന്റെ മക്കളവരെല്ലാം പേര് അറബ് ലീഗ് 21 കിടക്കുന്നതായി പറയുന്നത്. അശൂർ മിസ്രയീമ്യരുമായി മിസ്രയീമ്യർ അശൂരിലേക്കും ചെല്ലും. മിസ്രയീമ്യർ അശൂരിലേക്കും ചെല്ലും. അടുത്തത് മിസ്രയീമ്യർ അശൂര്യരോട് കൂടെ ആരാധന കഴിക്കും. കിടക്കുന്ന അറബ് ലീഗ് മുഴുവൻ ഒരുമിക്കും. ഈജിപ്തും സിറിയയും ജോർദാനും ലെബനോനും എല്ലാം ഒരുമിക്കും. ഒന്ന് അബ്രഹാമിന്റെ കുടിലിൽ തുടങ്ങിയത് ആരൊക്കെയാ? ഇസഹാക്ക്, അബ്രഹാമിന്റെ കുടിലിൽ 2 പേരുടെ വഴക്കായത്. ഒന്ന് ഇസഹാക്ക്, ഇസ്മായിൽ. രണ്ടാമത്തെ അടി എവിടെ? ഏശാവ്, യാക്കോബ്. മൂന്നാമത്തെ 2020 സെമി ഫൈനൽ അവിടുന്ന് ഏലാത്താഴ്വര. ആരാ? ദാവീദും ഗോലിയാത്തും. സ്വോത്രം. അതിന്റെ ഫൈനൽ അടിയായി പറയാൻ പോകുന്നത് അറബ് ലീഗും ഇസ്രയേലും റഷ്യയുടെ സമീപനത്തിൽ ഒരു അടിയിലേക്ക് വരാൻ പോകുന്നത്. വായിക്കാം. വായിക്കാം. അടുത്തത്. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രയീമിനോടും. മതി. ഇന്ന് ഇസ്രായേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹമാണോ? കരമുയരുന്നില്ലല്ലോ. അവനില്ലാതെ കാര്യം നടക്കുമോ? സ്വോത്രം. ഇസ്രയേൽ ഇല്ലാതെ എന്തെങ്കിലും കാര്യം നടക്കുമോ? ഇന്ത്യക്കാരാരാ? മോഡി സാറിന്റെ കാര്യം കേൾക്കണോ? മോഡി സാർ ലോകത്ത് ഒരു പ്രധാനമന്ത്രി വന്നാലും അല്ലേ പ്രസിഡന്റ് വന്നാലും കൊട്ടാരത്തിൽ ഇരിക്കത്തേ ഉള്ളു. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി വരുമ്പോൾ മോഡി സാർ ഉടനെ പാലം വിമാനത്താവളത്തിൽ ചാടിച്ചെല്ലും. എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയാം മേരാ ബായി ആകെയാന്ന്. കവർ അറിയാച്ചാനും തോമാച്ചാനും. സ്വോത്രം. കാര്യം എന്താ? BJP-ക്കാരും കേൾക്കട്ടെ, നമ്മൾ അവിടെ ഇല്ല, നമ്മുടെ സഹോദരന്മാരില്ലയോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസത്ത് അന്തിയൂർക്കോണം തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല BJP-യുടെ സുഹൃത്തുക്കൾ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവ് 3-ാമത്തെ ദിവസം അവിടുത്തെ BJP-യുടെ നേതാവ് എന്നോട് പറഞ്ഞു, പാസ്റ്റ് ഇനിയും വരണം, ഞങ്ങൾക്കിത് കേൾക്കണമെന്ന്. സ്വോത്രം. വേറെ ആരും ഈ രാഷ്ട്രീയം പറയത്തില്ലെന്ന്. സ്വോത്രം. ബൈബിളുമായിട്ട്. സ്വോത്രം. അദ്ദേഹം എനിക്ക് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പൊന്നാടയൊന്നും വേണ്ട സാറേ, ഇപ്പൊ തന്നെ കുഴപ്പത്തില്ല, അതിന് പൊന്നാട ഇട്ടിട്ട് വേണം ഫോട്ടോ വരാൻ. സ്വോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സംശയം ഉണ്ടേ ചെന്നാൽ മതി. പിളപ്പൽ ശാലക്കടുത്ത് അന്തിയൂർക്കോണം അവിടുത്തെ ഏറ്റവും നല്ല BJP-യുടെ റിട്ടയർഡ് അധ്യാപകർ എനിക്ക് വന്ന് കരം തന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ പഠിച്ചിട്ട് ഇത്രയും പറ്റിയില്ല, പക്ഷെ താങ്കൾ ഇത് പറഞ്ഞു. എന്താ ഇന്ത്യ ഗവൺമെന്റ്? ഇവിടെ ഒരു യുദ്ധം ഉണ്ടായിരുന്നു, കാർഗിൽ യുദ്ധം. കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ. കാർഗിൽ യുദ്ധം. അന്ന് ആരുടെ തോക്കെടുത്ത് വെച്ചാൽ പാകിസ്ഥാന്റെ മണ്ടയ്ക്ക് അടിച്ചത്? അമേരിക്കയുടെ അല്ല. ഇന്ന് ഇവിടെ ഒരു പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ഉണ്ട്. അതിലെ പോകുമ്പോൾ ഹിന്ദിക്കാരെ അവിടെ നിൽപ്പുണ്ട്. അവരോട് ചോദിക്കണം ഭായ് ഇസ്കാ അന്തർ ക്യാ ബന്ദൂക്ക്, ഇവിടെ ഏതാ തോക്കെന്ന്? അവൻ പറയും ഇസ്രയേൽ കാ ബന്ദൂക്ക്. സന്തോഷമില്ലല്ലോ. ആ തോക്കിന്റെ പേരാ ചെറുപ്പക്കാരെ ടൈവർ ടാർ 21. അതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 54 വരുമ്പോൾ അതിലെഴുതിയിട്ടുണ്ട്, തീക്കൊള്ളി പോലെ ഒരായുധം ഞാൻ നിനക്ക് തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും നിന്റെ കയ്യിൽ തരും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ആരാ? ഇസ്രയേൽ. തീർന്നില്ല. രണ്ടാമത് ബാലാക്കോട്ട് ഭീകരാക്രമണം. പാകിസ്ഥാന്റെ മണ്ണിലേക്ക് ഇന്ത്യയുടെ ഒരു മിസൈൽ ഇറങ്ങി. അതിന്റെ പേരാ സ്പാരോ മിസൈൽ. അതെവിടെ എഴുതിയിട്ടുണ്ട്? പിന്മഴയുടെ കാലത്ത് നീ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, ഞാൻ മിന്നൽ പിണർന്നേക്കും. ആ പേര് വെച്ച് ഇസ്രയേൽ ഉണ്ടാക്കിയ മിസൈൽ ആ സ്പാരോ. പാകിസ്ഥാന്റെ മണ്ണിനകത്ത്. അത് കണ്ടിട്ടില്ലയോ നമ്മുടെ പ്രധാനമന്ത്രി? ഇങ്ങനെ അടി കണ്ടുകൊണ്ടില്ലേ ചന്ദനമഴ കാണുന്നത് പോലെ? സ്വോത്രം. കണ്ടില്ലേ? അപ്പോൾ ആരാ? തീർന്നില്ല. ദാണ്ട് ഇടയ്ക്ക് സ്വോത്രം. എല്ലാവരും കേൾക്കട്ടെ. ഇടയ്ക്ക് ചൈനക്കാരൻ നമ്മുടെ കയ്യാല മാന്താൻ വന്നില്ലേ? സ്വോത്രം. ഗൽവാൻ ചൈനയുടെ അതിർത്തി പാങ്ടോക്ക്, അതിനകത്തൊരു ഡോക്ടറെ കൊന്നില്ലേ കഴിഞ്ഞ ദിവസം പേപ്പറിനകത്തുണ്ടായത്? പക്ഷേ 44 ചൈനയുടെ പട്ടാളക്കാരെ ഇന്ത്യ ഞെരിച്ചു കൊന്നു. സ്വോത്രം. അപ്പൊ ചൈനക്കാരൻ പറഞ്ഞു എന്തോ ഇന്ത്യ അടിക്കുമെന്ന്. അന്ന് ഒരു ലോകരാജ്യവും തയ്യാറായില്ല. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഇന്ത്യയെ തൊട്ടാ നീ വിവരമറിയുമെന്ന് പറഞ്ഞു. സ്വോത്രം. അത് പറഞ്ഞതാരാ? സാജു ചാത്തന്നൂരല്ല, ഇവിടുത്തെ മേജർ രവി എല്ലാ ചാനലിലും 24 പറഞ്ഞു, ഇസ്രയേലിന്റെ ആയുധം ഉള്ളിടത്തോളം കാലം ഇന്ത്യക്കൊന്നും പേടിക്കണ്ട. തീർന്നില്ല. അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹം. തീർന്നില്ല. ചാക്ക എയർപോർട്ട് കണ്ട എത്ര പേരുണ്ട്? ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം. കൈ ഉയർത്തിയാട്ടെ. സ്വോത്രം. ഇന്ന് എത്ര അലർട്ടാ വരുന്നത്? മാംഗോ, യെല്ലോ, പൈനാപ്പിൾ, ഓറഞ്ച്. പ്ലെയിൻ തിരിച്ചു വിട്ടെന്ന് തിരുവനന്തപുരത്ത് ഒരു വാർത്തയുണ്ടോ? ഇല്ലല്ലോ. സ്വോത്രം. പണ്ട് ശംഖുമുഖത്ത് പഴയ എയർപോർട്ട് മഴ, വിമാനം വൈകുന്നു, കരമുയരുന്നില്ലല്ലോ. ചിലത് കൊച്ചിയിലേക്ക് പോകുന്നു, ചിലത് ചെന്നൈക്ക് തിരിച്ചു വിടുന്നു. സന്തോഷമില്ലല്ലോ. നമ്മൾ സോളാർ വായിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ വായിക്കണം. സ്വോത്രം. എന്നിട്ട് ഇന്ന് രാത്രി പറയണം കേട്ടോ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ആ അനന്തപുരിയുടെ മേളിലൊന്ന് കയറി വെക്കണം. രാത്രി 11 മണി മുതൽ വെളുപ്പിന് 6 മണി വരെ ചിന്നമാമ മത്തി വെട്ടുമ്പോൾ കാക്ക തല തിന്നാൻ ഇറങ്ങുന്നത് പോലെ ചാക്ക
ആരൊക്കെ എയർപോർട്ടിനകത്ത് പ്ലെയിൻ ഇറങ്ങോ, ഇടിവെട്ട്, കാറ്റ്, യെല്ലോ, മാങ്കോ, പൈനാപ്പിൾ, ആരാ റൺവേ നിയന്ത്രിക്കുന്ന മുഴുവൻ ടെക്നോളജിയും ഇസ്രായേലിന്റെ കയ്യിൽ. ഇന്ന് രാത്രി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്, ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. അന്നേരം പറഞ്ഞത് എന്ത്? അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ. സ്വോത്രം. 6 ഇസ്ലാമിക രാഷ്ട്രങ്ങളാ: സൗദി അറേബ്യ, UAE, ബഹറിൻ, കുവൈറ്റ്, ഖത്തർ, മസ്കറ്റ്. പണ്ട് ദുബായ് എയർപോർട്ടിൽ പോകണം കേട്ടോ, ഗൾഫിൽ പോകുന്നവർ. ഇസ്രയേലിന്റെ സീലുണ്ട്, അറബി അവിടെ ഇരുന്ന് പറയും, ആദ തൗക്കിയാമ ലഹൂദി കല്ലി പറ, നീ പുറത്ത് നിൽക്കാൻ പറയും. സ്വോത്രം. നിനക്ക് യഹൂദന്റെ പാസ്പോർട്ട്, നീ പുറത്തേക്കാൻ പറയും. ഇപ്പൊ യഹൂദന്റെ പാസ്പോർട്ട് കണ്ട വല്ല താൽ ഹബീബി ഹബീബി. സ്വോത്രം. കണ്ടില്ലേ? 2020 എക്സ്പോയ്ക്കകത്ത് ദുബായ് പട്ടണത്തിനകത്ത് 6 കാലുള്ള വെള്ളപ്പതാക യേശുവിന്റെ ജനനത്തിങ്കൽ കണ്ട നക്ഷത്രത്തെ ലോകത്തിൽ ഉയർത്തിയപ്പോൾ ഇന്നത്തെ ലോകം പറഞ്ഞു, യേശു മടങ്ങി വരാറായി. ഇന്ന് രാത്രി കാലം സമീപമായി. നെടുമങ്ങാട് ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒരു കാലത്ത് യഹൂദനെ കയറ്റാത്ത സൗദി അറേബ്യയുടെ മണ്ടേ കൂടെ ഇന്ന് ഇസ്രയേലിന്റെ വിമാനം ഓടുന്നു. എയർ അറേബ്യയുടെ വിമാനം ഇസ്രയേലിൽ ഇറങ്ങുന്നു, എമിറേറ്റ്സ് ഇറങ്ങുന്നു, ഫ്ലൈ ദുബായ് ഇറങ്ങുന്നു. അറബികൾ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇസ്രയേലിന്റെ അയൺഡോം ഞങ്ങൾക്ക് വേണം, ഇറാൻ ഞങ്ങളെ അടിക്കാറായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ, അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യേ ഒരനുഗ്രഹമായിരിക്കും. സ്വോത്രം. 6 അറബ് രാജ്യങ്ങൾ പരവതാനി വിരിച്ചെന്ന് സൗദി അറേബ്യ തുറക്കാൻ പോയ ഇസ്രയേലുമായിട്ട്. പണ്ട് നിങ്ങൾ ടെല്ലബീബിൽ പോണ ഈജിപ്തിൽ നിന്ന് ബസ്സിൽ പോകണം. ഇന്നൊന്നും വേണ്ട, കാശുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ദുബായ്, ദുബായിൽ നിന്ന് എമിറേറ്റ്സ്, അറബികൾ ജായം തരും ടെല്ലബീബി, ശലോം എമിറേറ്റ്സ്. കൈ ഉയരുന്നില്ലേ? സ്വോത്രം. ഇതൊക്കെയാ ബൈബിള്. 2600 കൊല്ലം മുമ്പ് ഭക്തനായ യെശയ്യാവ് എഴുതി, അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹം. 2600 കൊല്ലം മുമ്പ് ഭക്തനായ യെശയ്യാവ് എഴുതി, അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹം. അങ്ങനെയെങ്കിൽ ഈ റഷ്യ ഇസ്രയേലിനെ അടിക്കോ? അറബ് രാജ്യങ്ങളെ കൂട്ടി വായിക്കാം. എസെക്കേൽ 38:7-8 വാക്യങ്ങൾ. 2 വാക്യം കൂടെ കഴിഞ്ഞ് ഇടവേള, ബാക്കി പൊട്ട് പിറകെ വായിക്കാം. എസെക്കേൽ 38:7-8 പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ. ഇതൊരു അന്ത്യകാല പ്രസംഗം. എസെക്കേൽ 38:7-8 വായിച്ചിട്ട് കുഞ്ഞ്. എസെക്കേൽ 38:7-8. ഒരുങ്ങിക്കൊള്ളുക. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും, റഷ്യയുടെ കൂടെ ഇരിക്കുന്ന സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. നീ അവർക്ക് മേധാവി ആയിരിക്കുക. റഷ്യ അതിന് മേധാവിയായി തീരും. അറബ് രാജ്യങ്ങൾക്ക് അടുത്തത് അതാ കോവിഡ്. അടുത്തത് ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. ഇസ്രായേൽ സന്ദർശിക്കപ്പെടാൻ പോകും. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. വായിക്കാട്ടെ. വാളിന് ഒഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ, അമേരിക്കയിൽ നിന്നും നൈജീരിയയിൽ നിന്നും അരുണാചൽ പ്രദേശിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. ഈ റഷ്യ ഒരു രാജ്യത്തിലേക്ക് ഒടുക്കം വന്നു ചേരും. ആ രാജ്യത്തിന്റെ പേരെന്ന് വായിച്ചാട്ടെ. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. കരമുയർത്തിയാട്ടെ. ഇതാ ബൈബിളിന്റെ പ്രവചനം. റഷ്യ ഉക്രൈന്റെ അവസാന പത്രം. ദാ വരാൻ പോകുന്നു അന്തിമ യുദ്ധം. റഷ്യ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ കോവിഡ് 2 ചേരിയിലാക്കും. അതായി കോവിഡ്. ലോകാരംഭം മുതൽ ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ ഒരു സൈഡിൽ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, അറബ് ലീഗിന്റെ ചില രാഷ്ട്രങ്ങൾ ഇസ്രയേലിനോട് ചേർന്ന്, ബാക്കിയെല്ലാം ഒരേ ടീമിനകത്ത് വരുന്നു. ആരൊക്കെ റഷ്യയോട് ചേരും? വായിക്കാം. എസെക്കേൽ പ്രവചനം 38:5-6 വാക്യങ്ങൾ. എസെക്കേൽ പ്രവചനം 38:5-6. ആരൊക്കെ റഷ്യയോട് കൂടെ? ഇതാ അന്തിമ യുദ്ധം. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരുകയും ധരിച്ച പാർസികൾ. ഇന്നത്തെ പാർസികൾ, പേർഷ്യൻ, ഇറാൻ രാഷ്ട്രം ഇന്ന് റഷ്യയുടെ കൂടെ. അടുത്തത് കൂശ്യർ ഇന്നത്തെ എത്യോപ്യ രാജ്യം. അടുത്തത് പൂത്യർ ഇന്നത്തെ ലിബിയ രാജ്യം. അടുത്തത് ഗോമേര് ഇന്നത്തെ ജർമ്മനി യൂറോപ്യൻ യൂണിയൻ റഷ്യയോട് ചേരാൻ പോകുന്നു. അടുത്തത് അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും. അടുത്തത് വടക്കേ അറ്റത്തുള്ള തോർഗമേയാഹുവും കർമാഗ്രഹം. അതാ ഇന്നത്തെ തുർക്കി. കരമുയർത്തിയാട്ടെ. ഇത്രയും രാജ്യങ്ങൾ കോവിഡിൽ. നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ കുഞ്ഞ്? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ നെഞ്ച് കീറി ഞാൻ പ്രസംഗിക്കുന്നത് ഒരാത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഞങ്ങൾക്ക് ഇവിടെ ആയിരങ്ങളെ കിട്ടാനല്ല, പെന്തിക്കോസ് ചേരാനല്ല,
ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് രക്ഷയുടെ പെട്ടകത്തിനകത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞ് കയറാൻ വേണ്ടിയാണേ മക്കള് ഞങ്ങൾ നെഞ്ച് കീറി ഹല്ലേലൂയ നെടുമങ്ങാട്ട് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം നിന്റെ അപ്പത്തെ നീ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞ് മടങ്ങി വരും. ഇന്ന് ഞങ്ങൾ നെടുമങ്ങാട് വിതച്ചാൽ പിന്നത്തതിൽ ഇവിടെ യോഗം നടക്കുമ്പോൾ കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ചില കുഞ്ഞുങ്ങൾ യേശുവിനെ കാണും. അതുകൊണ്ട് ആ ചങ്ക് കീറി ഞങ്ങൾ ഈ പട്ടണത്തിനകത്ത് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ദാണ്ടോ മനസ്സിലാക്കിയില്ലേ, അറബ് രാജ്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് ലിബിയ, എത്യോപ്യ, ഗോമേർ, ജർമ്മനി, തോകർമാഗ്രഹം, ഇത് ഇത്രയും, തുർക്കി അടക്കം, റഷ്യയുടെ കൂടെ, ഇസ്രയേലിന്റെ കൂടെ ആരൊക്കെ വായിക്കാം? ഇസ്രയേലിന്റെ കൂടെ ആരൊക്കെ? എസക്കേൽ പ്രവചനം 38:13. ഇസ്രയേലിന്റെ കൂടെ ആരൊക്കെ വരും? ലോകം 2 ചേരിയിൽ വായിക്കാം. ശബ. ഇന്നത്തെ സൗദി അറേബ്യയുടെ മണ്ടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന യമന് അരംകോ, സൗദിയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനി അരംകോ, അമേരിക്കയുടെ കമ്പനിയാണ്, സൗദിയായിട്ട് ചേർന്നുള്ളത്. അതിനടി കിട്ടുമെന്നറിയാം. അതുകൊണ്ട് താമസം വിന യമനെ എന്തോ ചെയ്യും? സൗദി അറേബ്യയുടെ കൈ കൊണ്ടുവരും, അമേരിക്കയുടെ കയ്യിൽ യമൻ പോകും. അത് അറബ് ലീഗിൽ നിന്നൊക്കെ വിട്ടുപോകും. യമൻ. അടുത്തത് വായിക്കാം. ശബ, യമൻ, ദദാൻ. ഇന്നത്തെ ഏഡൻ രാജ്യം, ഈജിപ്തിനോടും യമനോടും ചേർന്ന് കിടക്കുന്ന റോഡാ ഏഡൻ രാജ്യം, ശബയും ദദാനും. അടുത്തത് തർശീശ് വർദ്ധകന്മാരും. ഇതൊക്കെ വായിക്കണം മക്കളെ. തർശീശ് വർദ്ധക ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്യൻ യൂണിയന്റെ ഒരു ഭാഗം. ഇത്രയും പേര് ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കും, തർശീശ് വർദ്ധകങ്ങളും. അടുത്തത് അതിലെ സകല ബാലസിംഹങ്ങളും. മതി, അതിലെ സകല ബാലസിംഹങ്ങളും. ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രയേലിന്റെ കൂടെ നിൽക്കും. കരമുയരുന്നില്ലല്ലോ. ലോകം 2 ചേരിയിലായോ? ഇതാ ബൈബിളിന്റെ പ്രവചനം, ഇതാ ബൈബിളിന്റെ തനിമ, ഇതാ ബൈബിളിന്റെ നൈർമല്യത. അങ്ങനെയെങ്കിൽ ഇവരെല്ലാം കൂടി ഇസ്രയേലിനെ ആക്രമിക്കുവോ? തൊട്ടുവെക്കാം ബ്രദറെ. എസക്കേൽ 38:15-16. അടി അങ്ങനെ നടക്ക്. കാൽയുദ്ധമാണോ, കൈയുദ്ധമാണോ, കൈവട്ടാന്നോ, ഇതൊന്നുമല്ല. ബോംബ് സ്ഫോടനാന്നോ? വായിക്കാം. എസക്കേൽ 38:15-16. വായിച്ചാട്ടെ. എസക്കേൽ 38:15-16 വായിക്കാം. നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ, സിറിയയിൽ നിന്ന്, ചൈനയുടെ സിൽക്ക് പാത സിറിയയിൽ നിന്ന്, വായിച്ചാട്ടെ, വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. മതി. ദേശത്തെ മറയ്ക്കേണ്ടതിന് എന്റെ ജനമായ ഇസ്രയേലിന് നേരെ നീ വരും. മേഘം. എന്താ മേഘം? അന്ന് ഇത് 2600 വർഷം മുമ്പ് എഴുതിയ പ്രവചനമാ. എന്താ പ്രവചനം? അന്ന് യുദ്ധവിമാനം കണ്ടുപിടിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് എയർ ഷോ നടക്കും. അവിടെ ചെല്ലുമ്പോൾ വിമാനം നോക്കണം. നേവിയുടെ, എയർഫോഴ്സിന്റെ വിമാനം. എല്ലാം എയർ ഇന്ത്യയുടെ വെള്ളക്കളറല്ല, എമിറേറ്റ്സിന്റെ കളറല്ല, എല്ലാം ചാരക്കളർ എയർ ഷോ. അങ്ങനെയെങ്കിൽ റഷ്യയും അതിന്റെ പടക്കൂട്ടങ്ങളും ഇസ്രയേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനങ്ങൾ. അതല്ലേ ഉക്രൈന്റെ നേരെ ഒരു രാത്രി 600 വിമാനങ്ങൾ കയറിയതുപോലെ എന്റെ ജനമായ ഇസ്രയേലിന് നേരെ റഷ്യയെ നീ വരുന്ന ഒരു കാലം ഇവിടെ വരാൻ പോയി. അപ്പൊ ബൈബിൾ എന്താ? റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്ന യുദ്ധവിമാനങ്ങൾ. അന്ന് അറ്റ്ലസ് കമ്പനി ഒരു സൈക്കിൾ കണ്ടുപിടിച്ചിട്ടില്ല, ഹെർക്കുലിസ് ഒരു സൈക്കിൾ കണ്ടുപിടിച്ചിട്ടില്ല. വിമാനം എന്ന് കണ്ടുപിടിച്ചു? 1903. റൈറ്റ് സഹോദരന്മാർ. പഠിക്കുന്ന പിള്ളേരുടെ കൈ ഉയരുന്നില്ലല്ലോ. അമേരിക്കയിലെ അരിസോണയിലെ ആദ്യത്തെ വിമാനം റൈറ്റ് സഹോദരന്മാർ, ആൽബർട്ട് റൈറ്റും വിൽബർട്ട് റൈറ്റും റൈറ്റ് ഓർബിൽ സഹോദരന്മാർ, അവരാ വിമാനം കണ്ടുപിടിച്ചു. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് ഭക്തനായ ഒരു പ്രവാചകൻ എഴുതി, നീ മഴക്കോൾ പോലെ എന്റെ ജനമായ ഇസ്രയേലിന്റെ നേരെ മേഘം പോലെ കയറി വരും. 2.5 ഡിസ്ട്രിക്ട് വലിപ്പമുള്ള ഇസ്രയേൽ ഇന്ന് 1 കോടി ജനം, ഇനി കൂടിപ്പോയ 1.25 കോടി. അതിൻ്റെ ഇടയ്ക്ക് 21 ഇസ്ലാമിക രാഷ്ട്രങ്ങളും സകലരും ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കാൻ വരുമ്പോൾ അവന്റെ നിലവിളി എവിടെ ഉയരും? ഇസ്രയേലിൽ ഉയരും. അന്ന് അവരെവിടത്തേക്ക് നോക്ക്, അവർ കൊത്തിയവങ്കലേക്ക് നോക്കുന്ന കരമുയർത്തിയാട്ട്. ഇന്ന് രാത്രി ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രി വരുന്നു. കാൽവറിയുടെ കൊലക്കളത്തിൽ യഹൂദൻ വിളിച്ചു പറഞ്ഞത് എന്താ?
അവന്റെ രക്തം ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ തലമുറ മേല് വന്നു ഭവിക്കട്ടെ. അങ്ങനെയെങ്കിൽ അവന്റെ നിലവിളിക്ക് മുമ്പിൽ സ്വർഗത്തിലെ ദൈവം യുദ്ധം ഏറ്റെടുക്കും. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ ഇന്ന് രാത്രി നെടുമങ്ങാട് യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. ഒരു ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വാഗാ അതിർത്തി, കഴിഞ്ഞ ദിവസം ഇന്ന് TV കണ്ടറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിന് പാകിസ്ഥാനിലെ പടയാളികൾക്ക് കൈ കൊടുക്കുന്ന വാർത്ത. അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാനിലെ അംബാസഡർമാർ ഇന്ത്യക്കാർ കാണും, അവര് അതിർത്തി വെച്ച് കൈമാറ്റം ചെയ്യും. ഇന്ത്യയിലെ ന്യൂഡൽഹിയിലെ പാകിസ്ഥാനിലെ കോൺസുലേറ്റുകാർ അവരെ അവിടെ വെച്ച് കൈമാറ്റം ചെയ്യും. അങ്ങനെയെങ്കിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കൈമാറ്റം അതിർത്തിയിൽ നടക്കുന്നത് പോലെ ഇവിടെ ഒരു കൈമാറ്റം അന്ത്യദിനത്തിൽ നടക്കാൻ പോകുന്നു. അതിൻ്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. എൻ്റെ നാഥൻ വരാറായി. നെടുമങ്ങാട് കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. 75ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങൾ കാണുന്നില്ലേ റഷ്യ ഉക്രൈൻ യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കാൻ ചഞ്ചലം പറ്റു പോകരുത്. ഇന്ന് രാത്രി മറ്റൊരുത്തനില് ഇനി രക്ഷയില്ല. ഇനി രക്ഷിക്കുക ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരുന്നു. നെടുമങ്ങാട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഇന്ന് രാത്രി